ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇത് നമ്മൾ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഫുഡിൽ പലത് പഠിക്കാനുണ്ട് അല്ലേ. ഒരു ഫുഡ് എടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? മേജറായിട്ട് എന്തൊക്കെയുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ്സ് വരുന്നുണ്ട്, പിന്നെ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? ഫുഡിൽ വരുന്നുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്നും അതിൻ്റെ പല കാര്യങ്ങളും, അതായത് അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു മാക്രോന്യൂട്രിയൻ്റ് ആണ് ഇത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോട്ടീൻ ഈസ് ഓൾസോ ആൻ അനദർ മാക്രോന്യൂട്രിയൻറ്റ് പ്രസൻറ്റ് ഇൻ ഫുഡ്. ഫുഡിലുള്ള ഒരു മാക്രോന്യൂട്രിയൻ്റ് ആണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനിലും നമുക്ക് പഠിക്കാൻ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത്? അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ അവരുടെ ഫങ്ഷൻ നമുക്ക് വരുന്നുണ്ട്, പിന്നെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോട്ടീൻ്റെ അണ്ടറിലും നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടീനിലേക്ക് പോകുന്നില്ല. ആദ്യം നമുക്ക് പ്രോട്ടീൻ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ കെമിസ്ട്രി എന്താണ് എന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കണം അല്ലേ. എന്നാലല്ലേ നമുക്ക് പ്രോട്ടീൻ എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. സോ അതിനുവേണ്ടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രോ പാർട്ട് പോലാണ് പ്രോട്ടീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങനെ അങ്ങ് ഇൻഡെപ്തിലോട്ട് നമുക്ക് പോകണ്ട. അമിനോ ആസിഡ്സ് ഏതാണ്, ഏതൊക്കെ ക്ലാസ്സസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അമിനോ ആസിഡ്, പോളാർ, നോൺ പോളാർ, അങ്ങനത്തെ പല ക്ലാസിഫിക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോസിറ്റീവ് അമിനോ ആസിഡ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമിനോ ആസിഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ആദ്യം നമുക്ക് പ്രോട്ടീൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡിലെ ഒരു കോൺസ്റ്റുവൻ്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഫുഡാണ്. ഇറ്റ് ഈസ് എ മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. പ്രോട്ടീൻ ഇസ് എ മാക്രോ ന്യൂട്രിയൻറ്റ്. അപ്പോൾ പ്രോട്ടീൻ ഫുഡിൽ മാത്രം, ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുകയാണല്ലേ, പ്രോട്ടീൻ കിട്ടുകയാണ്. ആ പ്രോട്ടീൻ നമുക്ക് എന്താണ്? നമ്മളുടെ സെല്ലുലാർ ലെവലിലും അല്ലെങ്കിൽ നമ്മളുടെ ഫങ്ഷനിലും ഫണ്ടമെൻ്റൽ കാര്യങ്ങളിലും എല്ലാം എന്താണ്? പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് പ്ലേസ് ഫണ്ടമെൻ്റൽ റോൾസ് ഇൻ ദ സ്ട്രക്ചർ. സെല്ലുലാർ ലെവൽസിൽ അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ ആയാലും ഫങ്ഷൻസിലായാലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബോഡിയിലുള്ള എൻസൈംസ് ഒക്കെ ഇല്ലേ, ഡൈജഷന് വേണ്ട ഈ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീനാണ്. അവർ കെമിക്കലി പ്രോട്ടീനാണ്. സോ ദ എൻസൈംസ്, ഡൈജഷന് വേണ്ട എല്ലാ എൻസൈം, ഡൈജഷന് വേണ്ടി മാത്രമല്ല ബാക്കിയുള്ള എൻസൈംസും നമ്മളുടെ ബോഡിയിലുള്ള ഹോർമോൺസും ഇതെല്ലാം കെമിക്കലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾ ദീസ് ആർ പ്രോട്ടീൻസ്. ഇവരെല്ലാം പ്രോട്ടീൻസ് ആണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആണ് എന്തെന്ന് പറയാം, പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹ്യൂമൻസിന് മാത്രമല്ല പ്ലാന്റ്സിനും അനിമൽസിനും ലിവിങ് ബീങ്സ്, ദാറ്റ് ഇസ് മൈക്രോബ്സിനും പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ് പ്ലേ എ ഫണ്ടമെൻ്റൽ റോൾ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സും അനിമൽസും അതേപോലെ ലിവിങ് ഓർഗാനിസം, ബാക്കിയുള്ള മൈക്രോബ്സിൻ്റെ എല്ലാം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പാർട്ട് പ്രോട്ടീന് ഉണ്ട്. ആൻഡ് നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്താണ്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ഫുഡായിട്ട് നമ്മൾ എന്തെടുക്കും? പ്രോട്ടീൻ എടുക്കാറുണ്ട്. ഇപ്പം അനിമൽ ബോഡി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുടി മുതൽ ഇതാണ് ഈ സ്കിൻ, മുടി എല്ലാം എന്താണ്? പ്രോട്ടീനാണ്. സോ ഇറ്റ് ഈസ് ദ കോൺസ്റ്റുവൻ്റ് ഓഫ് മസിൽ. പിന്നെന്താണ്? നമ്മുടെ മിൽക്ക്, ബ്ലഡ്, സ്കിൻ, ഹെയർ, ഇതിൻ്റെ എല്ലാം സ്ട്രക്ചറൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ ആയിരിക്കും. സോ അനിമൽ ബോഡി എടുക്കുകയാണെങ്കിൽ മെയിൻ കമ്പോണൻറ്റ് അല്ലെങ്കിൽ മസിൽസിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അതേപോലെ നമ്മളെ മിൽക്ക്, ബ്ലഡ്, സ്കിൻ, ഹെയർ, ഇതിൻ്റെ എല്ലാം കമ്പോണൻറ്റ് എന്ന് പറയുന്നതും പ്രോട്ടീനാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിംപ്ലി ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് പ്രോട്ടീൻസ് നമുക്ക് മെയിനായിട്ടും കിട്ടുന്നത് ഈ സിറിയൽ സീഡ്സ്, അതേപോലെ ഡ്രൈ ലെഗ്യൂംസ്,
അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. പിന്നെ പൊട്ടറ്റോ, ഫ്രൂട്ട്, വെജിറ്റബിൾസിൽ നിന്നൊക്കെ വളരെ സ്മോൾ എമൗണ്ടിൽ, അത്ര വലിയ ലാർജ് എമൗണ്ടിലല്ല, വളരെ സ്മോൾ എമൗണ്ടിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇപ്പം പൊട്ടറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും പൊട്ടറ്റോയിലൊക്കെ കൂടുതലും എന്തായിരിക്കും, സ്റ്റാർച്ച് ആയിരിക്കും, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ. കുറച്ച് പെർസെൻറ്റേജ് മാത്രമായിരിക്കും എന്ത് വരിക, പ്രോട്ടീൻ വരിക. അപ്പോൾ പ്രോട്ടീൻ്റെ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ഈ പൾസസ്, ഡ്രൈ ലെഗ്യൂംസ്, അതേപോലെ സീഡ്സ് ഒക്കെ ഇല്ലേ, സിറിയൽ സീഡ്സ്, അല്ലാത്ത സീഡ്സിലൊക്കെ ആയിരിക്കും പ്രോട്ടീൻസ് കൂടുതൽ വരുന്നത്. ഇനി കെമിക്കലി പ്രോട്ടീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കെമിക്കലി എന്താണ്, ഇറ്റ് ഈസ് പോളിമർ ഓഫ് അമിനോ ആസിഡ്. കെമിക്കലി ഇറ്റ് ഈസ് പോളിമർ ഓഫ് അമിനോ ആസിഡ്. പോളിമർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു യൂണിറ്റിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആയിരിക്കും വരിക അല്ലേ. ഒരു മോണോമറിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു പോളിമർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഈ മോണോമർ എന്ന് പറയുന്നത് ആരാണ്, അമിനോ ആസിഡാണ്. അമിനോ ആസിഡാണ് ഇവിടുത്തെ റിപ്പീറ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി മോണോമർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡാണ്. ഓക്കെ, റിപ്പീറ്റഡ് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അമിനോ ആസിഡ്. അപ്പോൾ റിപ്പീറ്റഡ് യൂണിറ്റ് ഓഫ് അമിനോ ആസിഡ് ആണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ അമിനോ ആസിഡും എന്ത് ചെയ്യും, കൊവാലന്റ് ബോണ്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു അമിനോ ആസിഡുമായിട്ട് ബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ബോണ്ടിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ഇറ്റ് ഈസ് എ കൊവാലന്റ് ബോണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. കൊവാലന്റ് ബോണ്ട് ആണ്. അതിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട് എന്നാണ്. എന്താണ്, പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കൊവാലന്റ് ബോണ്ട് ആണ് കേട്ടോ. രണ്ട് അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്, വിച്ച് ഇസ് എ കൊവാലന്റ് ബോണ്ട്. അതായത് ഷെയർ ചെയ്ത്, ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുണ്ടാവുന്ന ബോണ്ടാണ് കൊവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അവർ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും, രണ്ട് എലമെൻറ്റും. സോ അങ്ങനെയുള്ള ബോണ്ടുകളെ കൊവാലന്റ് ബോണ്ട് എന്ന് പറയും. സോ കൊവാലന്റ് ബോണ്ടുകളിൽ ഒരു ടൈപ്പാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് അമിനോ ആസിഡുകളുടെ ഇടയിൽ കാണുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ പ്രോട്ടീനിൽ വരുന്ന പ്രൈമറി ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു അമിനോ ആസിഡും മറ്റൊരു അമിനോ ആസിഡും കൂടെ ജോയിൻ ചെയ്തുണ്ടാവുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കുറേ n നമ്പർ ഓഫ് അമിനോ ആസിഡ് ജോയിൻ ചെയ്തുണ്ടാവുന്നതാണ് പ്രോട്ടീൻ. സോ പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് അമിനോ ആസിഡ് ആൻഡ് ഈച്ച് അമിനോ ആസിഡ് കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ്, കൊവാലന്റ് ബോണ്ട് വഴിയാണ്. ആൻഡ് ദാറ്റ് കൊവാലന്റ് ബോണ്ട് ഈസ് നോൺ ആസ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് ഇവിടെ നമ്മളൊരു ടേം ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, അമിനോ ആസിഡ് റെസിഡ്യൂ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്? സിംപ്ലി അമിനോ ആസിഡ് എന്ന് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമിനോ ആസിഡ് അതിൻ്റെ സ്ട്രക്ചർ എടുക്കുമ്പം ഈ അടുത്തൊരു അമിനോ ആസിഡുമായിട്ട് ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും, പുറത്തേക്ക് പോകുന്നുണ്ടാവും. അപ്പം കംപ്ലീറ്റ് അത് അമിനോ ആസിഡ് ആണോ? അല്ലല്ലേ, അതിൻ്റെ ഏതൊക്കെയോ പാർട്ട് പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അമിനോ ആസിഡ് റെസിഡ്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് പെപ്റ്റൈഡ് ബോണ്ട് എങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്നുള്ളിടത്ത് പഠിക്കാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് അമിനോ ആസിഡ് റെസിഡ്യൂ എന്ന് പറയുന്നതെന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രോട്ടീൻ ഫുഡിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്, മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. നമുക്കും നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ. ആൻഡ് പ്രോട്ടീനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് എന്താണ്, അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ നമുക്കിന്ന് അമിനോ ആസിഡ്സിനെ പറ്റി പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാലല്ലേ എങ്ങനെയാണ് അവർ കണക്ട് ചെയ്ത് പ്രോട്ടീൻ ആവുന്നതെന്ന് പഠിക്കാൻ പറ്റും. സോ നമുക്ക് ആദ്യം അമിനോ ആസിഡ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ആ വേർഡിൽ നിങ്ങൾ നോക്കിക്കേ, അമിനോ ആസിഡ്. സോ ഒരു ആസിഡ് ഗ്രൂപ്പും ഉണ്ട്, ഒരു ആസിഡ് ഗ്രൂപ്പും അതിനകത്ത് വരുന്നുണ്ട്, പ്ലസ് ഒരു അമിനോ ഗ്രൂപ്പും വരുന്നുണ്ട്. സോ ആസിഡ് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും ഉള്ള ഒരു കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഒരു മോളിക്യൂളാണ് എന്ത്, അമിനോ ആസിഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് അതിനകത്ത് വരിക, ഹൈഡ്രജൻ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്, കാർബൺ വരുന്നുണ്ട്, പിന്നെ നൈട്രജൻ വരുന്നുണ്ട്. അപ്പം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയാം, അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് അതിന് എന്താണ്, മോണോമർ ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ്റെ മോണോമർ ആണ് അമിനോ ആസിഡ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേര് കിട്ടാൻ കാരണം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ അമിനോ ഗ്രൂപ്പ്. ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പ് അതിനകത്ത് വരുന്നുണ്ട്, NH2 ഗ്രൂപ്പ് വരുന്നുണ്ട്, പ്ലസ് എന്തും കൂടെ വരുന്നുണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്, COOHും
വരുന്നുണ്ട്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ആൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് ആൻ ആസിഡ് ഗ്രൂപ്പ്. ഒരു അമിനോ ഗ്രൂപ്പും വരുന്നുണ്ട്, ഒരു ആസിഡ് ഗ്രൂപ്പും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പേരെന്ത്? അമിനോ ആസിഡ്. അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും ഉള്ള ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ, ദാറ്റ് ഈസ് അമിനോ ആസിഡ്സ്. ക്ലിയർ? അപ്പം ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നതാണ് എന്ത്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ മോണോമേഴ്സ് ഓഫ് പ്രോട്ടീൻ. ഇനി നമ്മളുടെ ബോഡിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോട്ടീനിൽ, നമ്മളുടെ ബോഡിയിലുള്ള ഓരോ പ്രോട്ടീനകത്തും പല അമിനോ ആസിഡ്സ് പല ഫോമിൽ അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും, കറക്റ്റ് ഓർഡർ ആയിരിക്കില്ല. ഒരു പ്രോട്ടീൻ എന്ന് പറയുമ്പം അവിടെ എന്തായിരിക്കും? ഈ അമിനോ ആസിഡിൻ്റെ ഓർഡറിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അങ്ങനെ എത്രയോ അമിനോ ആസിഡുകൾ ചേരുമ്പോഴാണ് ഒരു പ്രോട്ടീൻ ആവുന്നത്. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ ആകെ വരുന്നത്, മെയിനായിട്ടും ആകെ വരുന്നതെന്നല്ല, പ്രോട്ടീൻ്റെ പാർട്ടായിട്ട് വരുന്ന അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് 20 അമിനോ ആസിഡാണ്. ഓക്കെ, ഇപ്പോൾ 2 എണ്ണം കൂടെ ഉണ്ട്. അത് നമ്മളുടെ ബോഡിയിൽ മാത്രമല്ല, 2 എണ്ണം കൂടെ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അതേതാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പം എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് 20 അമിനോ ആസിഡിനെയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എത്രയാണ്? 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. നമ്മളുടെ കാര്യം പറയുമ്പോൾ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. 20, അതായത് പ്രോട്ടീൻ്റെ പാർട്ടായിട്ട് വരുന്ന അമിനോ ആസിഡ്സ് ആണിത്. പ്രോട്ടീനകത്ത് ഈ അമിനോ ആസിഡ്സ് ആയിരിക്കും കാണുക, അതിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആയിരിക്കും കാണുക. സോ ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 20 ആയിരിക്കും, വിച്ച് ആർ റിപ്പീറ്റഡ്ലി ഫൗണ്ട് ഇൻ പ്രോട്ടീൻ. സോ ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് അമിനോ ആസിഡിൻ്റെ ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ COOH ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദിസ് ഈസ് ദ അമിനോ ഗ്രൂപ്പ് ആൻഡ് ദിസ് ഈസ് ദ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലപ്പം H+ കയറുവാണെങ്കിൽ ഇതെന്താവും? NH3+ എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, ഇനി H+ പോവുകയാണെങ്കിൽ ഇതെന്താവും? ഇവിടെ ഉള്ള ഇതെന്താവും? COO- എന്നുള്ള ഫോമിൽ വരും അല്ലേ. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ pH, അതായത് pH ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? അമിനോ ആസിഡ്സ് അയണൈസ്ഡ് ഫോമിലായിരിക്കും നമ്മളുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബോഡി അല്ലെങ്കിൽ ബയോളജിക്കൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഈ അമിനോ ആസിഡ്സ് എന്തായിരിക്കും? അയണൈസ്ഡ് ഫോമിലായിരിക്കും കാണുക. അതായത് NH3+ ആയിട്ടും COO- ഒക്കെ ആയിട്ടായിരിക്കും കാണുക. ഓക്കെ ആണല്ലോ. സോ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. അതാണ് മേജർ എലമെന്റ്സ്. വേറെയും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ബട്ട് മേജറായിട്ട് എല്ലാ അമിനോ ആസിഡ്സിലും ഉള്ളത് കാർബണോ, ഹൈഡ്രജനോ, ഓക്സിജനും നൈട്രജനും ആണ്. ഇനി അതെന്താണ്? മോണോമേഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ്റെ മോണോമേഴ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ആൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇനി എത്ര സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത്? 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. ആൻഡ് ബയോളജിക്കൽ സിസ്റ്റത്തിൽ അമിനോ ആസിഡ് അയണൈസ്ഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ജസ്റ്റ് അമിനോ ആസിഡ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു എന്തൊക്കെ വരുന്നുണ്ട്. അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. സോ അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും സെയിം കാർബണിലായിരിക്കും വരുന്നതെങ്കിൽ, ഒരേ കാർബണിൽ തന്നെയാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരുന്നതും അതേപോലെ അമിനോ ഗ്രൂപ്പും വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് വിളിക്കുക. ഈ കാർബണിനാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള അമിനോ ആസിഡ് അപ്പോൾ എന്തായിരിക്കും? ആൽഫ അമിനോ ആസിഡ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. So amino group and the carboxylic group are attached to the same carbon atom which is known as the alpha carbon. Clear? ഈ അങ്ങനത്തെ ഉള്ള അമിനോ ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽഫ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. അപ്പം ദിസ് ഈസ് ദ ആൽഫ കാർബൺ. ഇതിലോട്ടാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യുന്നത്, അതേപോലെ അമിനോ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ കാർബണിൽ നമുക്കറിയാം കാർബണിന് 4 വാലൻസിയാണ് വരുന്നത്. കാർബണിന് 4 ആൾക്കാരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരെണ്ണം കാർബൺ കൊണ്ടുപോയി, ഒരെണ്ണം നൈട്രജൻ കൊണ്ടുപോയി, ഒരെണ്ണത്തിനകത്തോട്ട് ഹൈഡ്രജൻ വന്നിരിക്കും. ഈ ഒരെണ്ണത്തിനകത്തോട്ട് R ഗ്രൂപ്പ് ആയിരിക്കും വരാം. R ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈഡ് ചെയിൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? സൈഡ് ചെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. അപ്പം ആൽഫ കാർബണിലോട്ട് എന്ത് വരും? കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരും, അമിനോ ഗ്രൂപ്പ് വരും, പിന്നെ ഒരു ഹൈഡ്രജനും കൂടെ വരും. പിന്നെ അതിൻ്റെ കൂടെ എന്ത് കാണും?
ഒരു R ഗ്രൂപ്പ് കാണും, വിച്ച് ഈസ് നോൺ ആസ് ദ സൈഡ് ചെയിൻ. R എന്ത് ചെയ്യും? ഇങ്ങനെ വേരി ചെയ്യും. പല അമിനോ ആസിഡിലും ഇത് ഇത്രയും എല്ലാ അമിനോ ആസിഡിലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാ അമിനോ ആസിഡിലും ഈ ഇത്രയും ആൾക്കാർ സെയിം ആയിരിക്കും. ഈ R ഗ്രൂപ്പിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അമിനോ ആസിഡിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരും? ഒരു ആൽഫ കാർബൺ ഉണ്ട്, എല്ലാ അമിനോ ആസിഡിലും അല്ല കേട്ടോ. ആൽഫ കാർബൺ ഉണ്ട്, പിന്നെ COH ഗ്രൂപ്പ് ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ വരുന്നുണ്ട്. ഇത് ഇത്രയാണ് എല്ലാ അമിനോ ആസിഡിൽ വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കാണും? ഒരു സൈഡ് ചെയിൻ കാണും. അത് ഓരോ അമിനോ ആസിഡിലും ഓരോന്നായിരിക്കും. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ജനറലായിട്ട് R എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ദ സൈഡ് ചെയിൻ അല്ലെങ്കിൽ സൈഡ് ഗ്രൂപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. നോക്കിക്കേ, ഇവിടുത്തെ ഇതാണ് ആൽഫ കാർബൺ. കണ്ടോ? ഈ ആൽഫ കാർബണിലോട്ട് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ ഫോം എങ്ങനെയാണെന്ന് നോക്കിയോ, C+OH ഇങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഇരിക്കുന്നത്. മറ്റേ അറ്റത്ത് ആരാണ്? അമിനോ ഗ്രൂപ്പാണ്, NH2. പിന്നെ ഒരെണ്ണത്തിനകത്ത് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഒരു ബോണ്ട് അല്ലെങ്കിൽ വാലൻസിനകത്തോട്ട് ഒരു സൈഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ എന്തൊക്കെയാണ് വരിക? കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രജൻ, പിന്നെ ഒരു സൈഡ് ചെയിൻ. അതിനെ നമ്മൾ R എന്ന് പറയും. ഈ R H ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ R എന്ന് പറയുന്നത് എന്താണ്? H ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്. ആ അമിനോ ആസിഡിനെ നമ്മൾ ഗ്ലൈസിൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഗ്ലൈസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരും? COH, ഇവിടെ ഒരു H വരും, ഇവിടെ NH2 വരും, പിന്നെ ഇവിടെ എന്ത് കാണും? R-ന് പകരം H ആയിരിക്കും, ഒരു ഹൈഡ്രജൻ ആയിരിക്കും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൈസിൻ. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഗ്ലൈസിൻ ആണ്. ബിക്കോസ് അവരുടെ സൈഡ് ചെയിൻ എന്താണ്? ജസ്റ്റ് ഒരു ഹൈഡ്രജൻ മാത്രമാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ക്ലിയർ ആണല്ലോ? ഒട്ടും മാറിപ്പോവരുത്, മറന്നും പോവരുത്. കാർബൺ അതിനകത്തോട്ട് എന്ത് വരും? സെയിം കാർബണിൽ തന്നെയാണ് കാർബോക്സിലിക് ആസിഡും അമിനോ ഗ്രൂപ്പെങ്കിൽ അതിനെ നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കും. അതിന് ആൽഫ അമിനോ ആസിഡ് എന്ന് തന്നെ വിളിക്കും. അതിനകത്തോട്ട് ഒരു ഹൈഡ്രജനും കൂടെ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഒരു R, ഒരു സൈഡ് ചെയിൻ കാണും. അത് ഓരോ അമിനോ ആസിഡിലും ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി മെനി നാച്ചുറലി ഒക്കറിങ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീനിൽ മാത്രം കാണണം എന്നില്ല. ഓക്കെ, പ്രോട്ടീനിൽ മാത്രം കാണുന്നതായിരിക്കണമെന്നില്ല. അതായത് നമ്മുടെ ബോഡിയിൽ അല്ലാതെയും കാണും. പ്രോട്ടീനിൻ്റെ കമ്പോണൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റുവൻ്റ് ആയിട്ട് കാണണമെന്നില്ല. അതും ആൽഫ ആയിട്ട് തന്നെ കാണണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആൽഫ അമിനോ ആസിഡ് ആണ് നമ്മളിപ്പം കോമൺ ആയിട്ട് ഇപ്പം പറഞ്ഞത്. അതായത് കാർബണിലോട്ട്, ആൽഫ കാർബണിലോട്ട് COHും അതായത് NH2ഉം ഒരേ കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ബട്ട് ആൽഫയിൽ തന്നെ കാണണം ഒന്ന് ഇല്ല. എന്താണ്? ബീറ്റ ഫോം വരാറുണ്ട്, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ അമിനോ ആസിഡ്സ് ഒക്കെ വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ കാർബൺ ഇത് ആൽഫ കാർബൺ ആണെന്ന് വെച്ചോ, അതിനകത്തോട്ട് COH അറ്റാച്ച് ചെയ്തു. ഇനി ഈ തൊട്ടിപ്പുറത്തെ കാർബണിലാണ് അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ബീറ്റയാണ്. സോ ഇറ്റ് ഇസ് ബീറ്റ അമിനോ ആസിഡ് ആയിരിക്കും. ക്ലിയർ? അങ്ങനത്തെ അമിനോ ആസിഡ്സും എന്താണ്? നാച്ചുറലി പ്രസന്റ് ആണ്. അത് പ്രോട്ടീനകത്തും കാണാറുണ്ട്, അല്ലാതെയും വരാറുണ്ട്. അപ്പം ആൽഫയും വരുന്നുണ്ട്, ബീറ്റയും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നോക്കിയേ, മെനി നാച്ചുറൽ ഒക്കറിങ് അമിനോ ആസിഡ് നോട്ട് ഫൗണ്ട് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീനിൽ കാണാത്തത് അവരെന്താണ്? ഡിഫർ ഇൻ ആൽഫ അമിനോ ആസിഡ്. ആൽഫ അമിനോ ആസിഡിനെക്കാളും ഡിഫർ ആയിരിക്കും കേട്ടോ. ബീറ്റ ഒന്നും, സോറി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടീനിൽ പാർട്ടല്ല, അതല്ലാതെ നാച്ചുറലി കാണുന്ന അമിനോ ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ബീറ്റ കാർബണിലാണ് അമിനോ ഗ്രൂപ്പ് വരുന്നെങ്കിൽ അത് ബീറ്റ അമിനോ ആസിഡ് ആണ്. ഇനി ഡെൽറ്റ തൊട്ടടുത്ത കാർബണിലോട്ടാണ് വരുന്നെങ്കിൽ അത് ഗാമ ആയിരിക്കും. പിന്നെ അതിനപ്പുറം ആയിരിക്കും ഡെൽറ്റ, അതിനപ്പുറമാണെങ്കിൽ എപ്സിലോൺ ആയിരിക്കും. അപ്പം അമിനോ ഗ്രൂപ്പ് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. നാച്ചുറലി പ്രോട്ടീനിൽ കാണുന്ന എന്തായിരിക്കും? ആൽഫ അമിനോ ആസിഡ്സ് ആണ്. ഇനി അല്ലാത്ത അമിനോ ആസിഡ് ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമയുണ്ട്, ഡെൽറ്റ ഉണ്ട്, എപ്സിലോണും വരുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്? ഏത് കാർബണിലാണ് അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത് ബേസിയാണ്. അപ്പം ആൽഫയിൽ തന്നെയാണ് അമിനോയും വരുന്നെങ്കിൽ അത് ആൽഫ അമിനോ ആസിഡ് ആണ്. തൊട്ടിപ്പുറത്തെ കാർബണിലാണ് വരുന്നതെങ്കിൽ അത് ബീറ്റ ആയിരിക്കും. അതിൻ്റെ ഇപ്പുറത്തെ ആണെങ്കിൽ അത് ഗാമ ആയിരിക്കും. അതിൻ്റെ ഇപ്പുറത്തെ കാർബണിലാണെങ്കിൽ ഡെൽറ്റ ആയിരിക്കും. അതിൻ്റെ ഇപ്പുറത്തെ ആണെങ്കിൽ എപ്സിലോൺ അമിനോ ആസിഡ് ആയിരിക്കും. അപ്പം നാച്ചുറലി പ്രോട്ടീനിൽ കാണുന്ന ഇതാണ്
ആൽഫ അമിനോ ആസിഡ് ആണ്, ബാക്കിയും അല്ലാത്ത അമിനോ ആസിഡ്സും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ആൽഫ അമിനോ ആസിഡ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നുകൂടെ ഓർത്ത് നോക്കിക്കോളൂ. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, എപ്സിലോൺ ഉണ്ട്. അപ്പം പ്രോട്ടീനകത്ത് ആൽഫയാണ് വരുന്നത്. ആൽഫ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാർബൺ നോക്കിയേ, സെയിം കാർബണിൽ തന്നെയാണ്, അതായത് ആൽഫ കാർബണിൽ തന്നെയാണ് NH2 അതേപോലെ COH ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? തൊട്ടിപ്പുറത്തെ ആണെങ്കിൽ ബീറ്റ ആയിരിക്കും വരിക. ക്ലിയർ? അപ്പോൾ പ്രോട്ടീനിൽ ആൽഫ അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈഡ് ചെയിനിൽ ഡിഫറൻസ് അനുസരിച്ച് പല അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ അമിനോ ആസിഡിന് നമ്മൾ 20 എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? ആ സൈഡ് ചെയിനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ബാക്കി പറയുന്ന സാധനങ്ങൾ, അതായത് ഈ കാർബണും ഇതിനകത്തുള്ള ഹൈഡ്രജനും ഈ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും ഒക്കെ എന്താണ്? എല്ലാത്തിനും ഒരേപോലെ, ഈ ഒരു പാർട്ട് എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും. ഈ താഴോട്ട് വരുന്ന ഈ സൈഡ് ചെയിനിൽ ആയിരിക്കും ഡിഫറൻസ്. അപ്പം അമിനോ ആസിഡിൻ്റെ ഓരോ അമിനോ ആസിഡും കാണിക്കുന്ന ഡിഫറൻസും എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഈ സൈഡ് ചെയിനിൻ്റെ ബേസിസിലായിരിക്കും. സോ ഡിഫറൻസ് ഇൻ അമിനോ ആസിഡ് എന്ന് പറയുന്നത് അതിന് കാരണക്കാരാരാണ്? ദ സൈഡ് ചെയിൻ, പ്രസൻസ് ഓഫ് സൈഡ് ചെയിൻ ആണ്. ബാക്കിയെല്ലാം സെയിം അല്ലേ? അപ്പോൾ എല്ലാവരും സെയിം ആയിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക. ബട്ട് ഓൺലി ആ സൈഡ് ചെയിനിൽ വരുന്ന ഡിഫറൻസ് ആണ് ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ ബേസിസിൽ, ഇതേപോലെ 6 വരുന്ന ഡിഫറൻസ് വെച്ചിട്ട്, അതാണ് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ നേച്ചറിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്, നമുക്ക് വേണ്ടതാണോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ മെറ്റബോളിക് ഫേറ്റ്, അതായത് ആ അമിനോ ആസിഡ് അവസാനം മെറ്റബോളൈസ് ചെയ്ത് കഴിഞ്ഞ് എന്തായിട്ട് മാറും എന്നുള്ളതാണ് അടുത്തൊരെണ്ണം. ഓക്കെ, അപ്പം ഈ 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ നേച്ചർ, 2 ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്, 3 മെറ്റബോളിക് ഫേറ്റ്. ഓക്കെ, ഈ 3 എണ്ണത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതേപോലെ ഒക്കറൻസ് നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രോട്ടീനിൽ വരുന്നു എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ നമുക്ക് ഒക്കറൻസിൻ്റെ കാര്യം നോക്കാം. ഒക്കറൻസ്, ബേസ്ഡ് ഓൺ ഒക്കറൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? എവിടെ കാണും എന്നുള്ളതല്ലേ. സോ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ്റെ പാർട്ടാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാ അമിനോ ആസിഡിലും പ്രോട്ടീൻ്റെ പാർട്ടാണോ? അല്ല. ചില അമിനോ ആസിഡ് എന്തല്ല, പ്രോട്ടീനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവില്ല. സോ അങ്ങനത്തെ അമിനോ ആസിഡും ഉണ്ട്. സോ അതിൻ്റെ ബേസിസിൽ നമുക്ക് അമിനോ ആസിഡിനെ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ദേ ആർ പ്രസന്റ് ഇൻ പ്രോട്ടീൻ. അല്ലെങ്കിൽ നമ്മളുടെ പ്രോട്ടീൻ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ DNA. ഓക്കെ, നമ്മളുടെ DNA. ഓക്കെ, ഈ DNA എന്തായിട്ട് മാറും? ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. എന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. ഈ mRNAയുടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതെന്താക്കി മാറ്റും? പ്രോട്ടീനാക്കി മാറ്റും. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ്റെ പാർട്ടായിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കിക്കേ. അമിനോ ആസിഡ് വിച്ച് ആർ ഇൻകോപ്പറേറ്റഡ് റൈബോസോമലി ഇൻ ടു പ്രോട്ടീൻ, അതായത് ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA, അതിനകത്തുള്ള മെസ്സേജ് അനുസരിച്ച് അതിനെ കോപ്പി ചെയ്ത് എന്താക്കും? RNA ആക്കി മാറ്റും. അപ്പം നമ്മളുടെ DNAയിലുള്ള മെസ്സേജ് RNAയിലോട്ട് കോപ്പി ചെയ്യും. ഈ RNAയിൽ ഇരിക്കുന്ന മെസ്സേജ് അനുസരിച്ച് എന്ത് ചെയ്യും? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ വെച്ചിട്ട് റൈബോസോമിൽ വെച്ച് എന്ത് ചെയ്യും? ഈ mRNA പ്രോട്ടീനാക്കി മാറ്റും. ഇതിനകത്തുള്ള മെസ്സേജ് അനുസരിച്ച് എന്ത് ചെയ്യും? ഓരോ അമിനോ ആസിഡിനെ ജോയിൻ ചെയ്ത് പ്രോട്ടീനാക്കി മാറ്റും. അതിനെയാണ് റൈബോസോമിലി ട്രാൻസ്ക്രിയേറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിനകത്തുള്ള പ്രോട്ടീനെ, അമിനോ ആസിഡിനെയാണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് വിളിക്കുക. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിനെ നമുക്ക് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കാം. അതാണ് നമ്മൾ നേരത്തെ കണ്ട 20 അമിനോ ആസിഡ്.
കോഡ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോട്ടീനകത്തുള്ള അമിനോ ആസിഡ്സ്. അപ്പം ഇവരെ ഏത് അമിനോ ആസിഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കോഡോൺസ് ഉണ്ട്. നമ്മളുടെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് എന്ത് കാണും? കോഡോൺസ് കാണും. അപ്പം ഒരു 3 ലെറ്റർ ആയിട്ടുള്ള കോഡോൺ ആണത്. ആ കോഡോൺ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഓരോ പ്രോട്ടീൻ ഒരു 3 ലെറ്റർ ഒന്നിച്ച് വരുമ്പോൾ അതെന്തായിരിക്കും? ഒരു അമിനോ ആസിഡിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ജനറ്റിക് കോഡ് അല്ലെങ്കിൽ കോഡോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഡോൺ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ അമിനോ ആസിഡിനെ അവർ കൊണ്ടുവരിക. ഓരോ അമിനോ ആസിഡിനും ഓരോ കോഡോൺ കാണും. ഓക്കെ, സോ അങ്ങനെയുള്ള അമിനോ ആസിഡ്സിനെയാണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അമിനോ ആസിഡ് വിച്ച് ആർ ഇൻകോപ്പറേറ്റഡ് റൈബോസോമലി ഇൻ ടു പ്രോട്ടീൻ ആർ നോൺ ആസ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്, അല്ലെങ്കിൽ വേറൊരു പേര് എന്താണ്? പ്രോട്ടിയോജനിക് അമിനോ ആസിഡ്. പ്രോട്ടീനോജനിക് അമിനോ ആസിഡ് എന്ന് വിളിക്കും. പ്രോട്ടീനകത്തുള്ള അമിനോ ആസിഡ് അത് 20 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, അങ്ങനത്തെ കുറേ എണ്ണം വരുന്നുണ്ട് കേട്ടോ. ക്ലിയർ? ഇനി നമുക്ക് നോൺ സ്റ്റാൻഡേർഡ് നോക്കാം. നോൺ സ്റ്റാൻഡേർഡ് അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടാത്ത അമിനോ ആസിഡ്സിനെയാണ് നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നോൺ പ്രോട്ടിയോജനിക് അമിനോ ആസിഡ് എന്ന് വിളിക്കാം. അതെന്തായിരിക്കും? പ്രോട്ടീനകത്തും കാണില്ല, അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാത്തതും ആയിരിക്കും. സോ അമിനോ ആസിഡ് ദാറ്റ് ഒക്കർ നാച്ചുറലി ഇൻ സെൽ but are not incorporated into protein are known as non-standard amino acids. An example ആണ് സിസ്റ്റൈൻ. സിസ്റ്റൈൻ ഒരു നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. സിസ്റ്റൈൻ ആണ് കേട്ടോ, മാറിപ്പോരുത് കേട്ടോ. സിസ്റ്റൈൻ, 4-hydroxy proline, 5-hydroxy lysine, desmosine, N-formyl methionine, ഗാമ കാർബോക്സിൽ ഗ്ലൂട്ടാമേറ്റ്. ഇതൊക്കെ എന്താണ്? അമിനോ ആസിഡ്സ് ആണ്. അതിനെ മോഡിഫൈ ചെയ്ത ഇതൊക്കെ എന്ന് പറയുന്നത്, ഈ പ്രോളിൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. ലൈസിൻ ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. മെത്തിയോണിൻ ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. ഗ്ലൂട്ടാമേറ്റ് ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിനകത്ത് എന്ത് പറ്റി? ഈ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ ഓരോ മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ഈ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ്. നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ പറയാം അല്ലേ? സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിൽ ഇത് സിസ്റ്റൈൻ എന്ന് പറയുന്നത് സിസ്റ്റീൻ്റെ മോഡിഫിക്കേഷൻ ആണ്. സോ അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ മോഡിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് നോൺ സ്റ്റാൻഡേർഡ്. സിംപ്ലി അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താണ്? റൈബോസോമിക്കലി പ്രോട്ടീനിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാത്ത അമിനോ ആസിഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് വിളിക്കാം. കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. സിസ്റ്റൈൻ, 4-hydroxy proline, 5-hydroxy lysine, desmosine, N-formyl methionine, ഗാമ കാർബോക്സിൽ ഗ്ലൂട്ടാമേറ്റ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കണ്ടുവരുന്ന നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. അപ്പോൾ ഒക്കറൻസിൻ്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആൻഡ് നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? റൈബോസോമിക്കലി എന്താണ്? നമ്മുടെ പ്രോട്ടീനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. 20 എണ്ണം വരുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അങ്ങനെ പ്രോട്ടീനിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ സിംപ്ലി എങ്ങനെ പറയാം? സ്റ്റാൻഡേർഡ് അമിനോ ആസിഡിൽ മോഡിഫൈ ചെയ്ത ഫോം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ നേച്ചർ അനുസരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചറിൻ്റെ ബേസിസിൽ അതെന്താണ്? അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ദ ആർ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓരോന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് അമിനോ ആസിഡ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻ, അതായത് സ്ട്രെയിറ്റ് ചെയിൻ വരുന്ന ആലിഫാറ്റിക് സൈഡ് ചെയിൻ വരുന്ന അമിനോ ആസിഡ്സിനെയാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആലിഫാറ്റിക് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത്. അമിനോ ആസിഡ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻ. അതിലെ ഫസ്റ്റ് വൺ ആണ് ഗ്ലൈസിൻ, വിച്ച് ഇസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്. ഏതാണ്? സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് എന്ത്? ഗ്ലൈസിൻ എന്ന് പറയുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റ്. അത് നമ്മൾ ലെറ്റർ കൊടുക്കും, അതായത് ജി എന്നാണ് ഗ്ലൈസിനെ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ലെറ്റർ കൊടുക്കും, GLY. ഓക്കെ, ദാറ്റ് ഇസ് എ സിംബൽ ഓഫ് ഗ്ലൈസിൻ. അപ്പോൾ ഗ്ലൈസിൻ വിച്ച് ഇസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. GLY അല്ലെങ്കിൽ സിംപ്ലി G എന്നാണ് സിംബൽ കൊടുക്കുക. സ്ട്രക്ചർ നോക്കിക്കേ, ഈ ഒരു പാർട്ട് എല്ലാവർക്കും സെയിം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അമിനോ ഗ്രൂപ്പ് ഉണ്ട്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, H ഉണ്ട്. സൈഡ് ചെയിൻ R എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈസ് ഈക്വൽ ടു H ആണ്. Hന് ഈക്വൽ ആണ്. അങ്ങനെ വരുവാണെങ്കിൽ അതാണ് ഗ്ലൈസിൻ. സോ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ഗ്ലൈസിൻ.
ഓക്കെ, ജി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് അലിഫാറ്റിക്കിൽ വരുന്ന അടുത്താണ് അലാനിൻ. ഏതാണ്? അലാനിൻ. രണ്ടാമത്തത് അലാനിൻ. ALA അല്ലെങ്കിൽ സിംപ്ലി A എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. ഇത്രയും പാർട്ട് എല്ലാവർക്കും കോമൺ ആണ്. ബാക്കി വന്നിട്ടുള്ളതാണ് CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ അല്ലാതെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഇത് H, ഇവിടെ എന്ത് വരും? NH2 ഗ്രൂപ്പ് വരും, ഇവിടെ CH3. ഇങ്ങനെ ആയിരിക്കും അത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അലാനിൻ. ഓക്കെ, അപ്പോൾ അലാനിൻ ALA, A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് അലാനിൻ. CH3 ഗ്രൂപ്പ് ആയിരിക്കും. ഗ്ലൈസിന് H മാത്രമാണ്, ഇവിടെ CH3 ഗ്രൂപ്പ് വന്നു. ഓക്കെ, ഇനി അടുത്താണ് വാലിൻ. ലെറ്റർ V അല്ലെങ്കിൽ VAL. ഓക്കെ, വാലിൻ. മൂന്നാമത്തത് വാലിൻ ആണ്. ഇതാണ് അവരുടെ കോമൺ എല്ലാവർക്കും ഉള്ള സാധനം. അമിനോ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് H. കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? CH, CH3, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു CH3. ഇതാണ് എന്ത്? വാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ. ഇനി രണ്ടാൾക്കാരും കൂടെ ഉണ്ട്, ലൂസിൻ. ഇതാണ് ലൂസിൻ. L ആണ് കേട്ടോ. L വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് ലൂസിനെ. ലൂസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നേരത്തെ നമ്മൾ വാലിനകത്ത് CH3 എന്നല്ലേ വന്നിരുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു CH2 കൂടെ, ഇതിൻ്റെ കൂടെ ഒരു CH2 കൂടെ വരുവാണെങ്കിൽ അതെന്തായിട്ട് മാറും? ലൂസിൻ. കണ്ടോ, സിമ്പിൾ അല്ലേ പഠിക്കാൻ? അപ്പോൾ ആദ്യത്തേത് H മാത്രമായിരുന്നു. രണ്ടാമത്തേതിനകത്ത് CH3 ആണ് സൈഡ് ചെയിൻ വന്നത്. മൂന്നാമത്തേതിനകത്ത് എന്താണ്? ഈ CH3യുടെ കൂടെ CHും CH3യും വന്നു. നാലാമത്തേലായപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഒരു CH2 കൂടെ വന്നു. കണ്ടോ? സോ ഇതാണ് എന്ത്? ലൂസിൻ. അപ്പോൾ ഇത് സെയിം ആണ്, ബാക്കി പോർട്ട് വന്നു. ഇത് ഒരു ആലിഫാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. ഇനി ലൂസിന്റെ സ്ട്രക്ചറിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് വരുന്നതാണ് ഐസോലൂസിൻ. അഞ്ചാമത്തെയാണ് ഐസോലൂസിൻ. I വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ILE എന്നാണ് അതിനെ കൊടുക്കുന്ന ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ചേഞ്ച്? ഈ CH3 ഇപ്പുറത്തോട്ട് വന്നതേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഈ CH3 ഇപ്പുറത്തോട്ട് വന്നു, അത്രേ ഉള്ളൂ ഐസോലൂസിലെ ഡിഫറൻസ്. നോക്കി, ഇവിടെ നേരത്തെ ഇവിടെ ആയിരുന്നു CH3 ഇരുന്നത്, അത് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരുമ്പോൾ എന്താവും? CH3, ഇത് CH2 ആവും, ഇത് CH3 എന്നാവും. ഇത്രയേ ഉള്ളൂ ഐസോലൂസിൻ. അപ്പം ആലിഫാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഈസി അല്ലേ പഠിക്കാൻ? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. അപ്പോൾ ആദ്യത്തെ 5 അമിനോ ആസിഡ് പഠിച്ചു കഴിഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. അതിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാലും നമുക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റും. H, രണ്ടാമത്തേന് CH3, അടുത്തതിന് എങ്ങനെ വരും? CH3, CH3. ഓക്കെ, അടുത്തതിൽ വരുമ്പോൾ ഒരു CH2 ആഡ് ആവും ലൂസിനകത്ത്. പിന്നെ CH3യുടെ പൊസിഷൻ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ആയി, ഐസോലൂസിൻ. ക്ലിയർ? അതാണ് 5 അമിനോ ആസിഡ്, ആലിഫാറ്റിക് ആയിട്ടുള്ള 5 അമിനോ ആസിഡ്. ഗ്ലൈസിൻ, വാലിൻ, അലാനിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന OH ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ്സ് നോക്കാം. ഏതാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് വരുന്ന അമിനോ ആസിഡ്. അതായത് സൈഡ് ചെയിൻ്റെ കൂടെ എന്ത് കാണും? OH ഗ്രൂപ്പ് വരും. ഓക്കെ, നോക്കിയാലോ. ഫസ്റ്റ് വൺ ഈസ് സെറൈൻ. സെറൈൻ ആണ് ഫസ്റ്റ് അമിനോ ആസിഡ് വിത്ത് OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പ് ഉള്ള ഫസ്റ്റ് അമിനോ ആസിഡ് സെറൈൻ ആണ്. SER വെച്ച് ഡിനോട്ട് ചെയ്യും. നോക്കിക്കേ, ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നത്. ഇവിടെ എന്ത് വരും? CH2OH വന്നു, അതാണ് സെറൈൻ. നെക്സ്റ്റ് വൺ ഈസ് ത്രിയോണിൻ. ഏതാണ്? ത്രിയോണിൻ. ത്രിയോണിൻ T ആണ്, THR എന്ന് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇത് കോമൺ എല്ലാവർക്കും ഉണ്ട്. CH3, ഇതിൻ്റെ കൂടെ ഒരു OH വന്നു. അപ്പോൾ നോക്കിക്കേ, സെറൈൻ, ത്രിയോണിൻ, OH ഗ്രൂപ്പ് വരുന്നവർ. അമിനോ ആസിഡ് വിത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഇത് സെറൈനും ത്രിയോണിനും. ഓക്കെ ആണല്ലോ? 2 എണ്ണം. ഇനി ഒരാളും കൂടെ ഉണ്ട് OH ഉള്ളത്, പക്ഷെ അവരെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. ആരോമാറ്റിക്കിലായിരിക്കും ജനറലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അത് പ്രിസൈസ് ആയിട്ട് വരേണ്ടത് ആരോമാറ്റിക്കിലാണ്. ബട്ട് ദേ കണ്ടെയ്ൻ വാട്ട്? OH ഗ്രൂപ്പ് വരുന്നുണ്ട്. എന്നാ പറഞ്ഞത് നമ്മൾ ഇവരെ ഇതിനകത്തോട്ട് എടുത്തിടാറില്ല കേട്ടോ. അപ്പം OH ഗ്രൂപ്പ് വരുന്ന ഒരു അമിനോ ആസിഡും കൂടെ ഉണ്ട്, ബട്ട് അവരെ മോസ്റ്റ് പ്രിസൈസ് ആയിട്ട് നമ്മൾ ആരോമാറ്റിക്കിലാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതാരാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ആരോമാറ്റിക് സൈഡ് ചെയിൻ. ആരോമാറ്റിക് സൈഡ് ചെയിൻ വരുന്നവരാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിനൈൽ അലാനിൻ. ഫിനൈൽ അലാനിൻ ആണ്. ഫിനൈൽ അലാനിൻ F. അപ്പോൾ നോക്കിയേ, ഇതാണ്ട് ഒരു
കോമൺ ആയിട്ട് എല്ലായിടത്തും ഉള്ളതും പിന്നെ CH2 പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്, ഒരു ബെൻസീൻ റിംഗ് ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫിനൈൽ അലാനിൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പേരുകൾ പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫിനൈൽ അലാനിൻ. ആരോമാറ്റിക് അമിനോ ആസിഡ് ഫസ്റ്റ് വൺ ഈസ് ഫിനൈൽ അലാനിൻ. ഇതാണ് നോക്കിക്കേ, തൈറോസിൻ. അടുത്താണ് തൈറോസിൻ. എന്താണ് കണ്ടോ, OH ഗ്രൂപ്പ് വരുന്ന ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് തൈറോസിൻ. ബട്ട് അവരെ നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളിടത്ത് പ്ലേസ് ചെയ്യാതെ, കാരണം ഇവർക്ക് ആരോമാറ്റിക് സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇവരെ ആരോമാറ്റിക്കിലാണ് പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് തൈറസിൻ. അപ്പോൾ ഫിനൈൽ അലാനിൻ ഉണ്ട്, പിന്നെ തൈറസിൻ വരുന്നുണ്ട്. അത് Y വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ ഇതാണ് തൈറസിന്റെ സ്ട്രക്ചർ. ഇതും ആരോമാറ്റിക് അമിനോ ആസിഡിലാണ് നമ്മൾ കൂടുതലും പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. OH ഉണ്ടെങ്കിലും നമ്മൾ ആരോമാറ്റിക് അമിനോ ആസിഡ് ആയിട്ടാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഒരാളും കൂടെ ഉണ്ട്, ട്രിപ്റ്റോഫാൻ. ട്രിപ്റ്റോഫാൻ. അപ്പം തൈറസിൻ, ഫിനൈൽ അലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ, ഇവർ മൂന്ന് പേരും എന്താണ്, ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ട്രിപ്റ്റോഫാൻ, തൈറസിൻ ആൻഡ് ഫിനൈൽ അലാനിൻ, അങ്ങനെയും പറയാം. അപ്പോൾ ട്രിപ്റ്റോഫാൻ്റെ സ്ട്രക്ചറാണ് ഇത്. സ്ട്രക്ചേഴ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ നോക്കിക്കേ, ഫിനൈൽ അലാനിൻ ഉണ്ട്, തൈറസിൻ ഉണ്ട്, അതേപോലെ ട്രിപ്റ്റോഫാൻ ഉണ്ട്. ഇത് മൂന്നും എന്താണ്, ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടത്. ചിലപ്പോൾ ചോദിക്കാം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആരോമാറ്റിക് അമിനോ ആസിഡ്, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ആരോമാറ്റിക് അമിനോ ആസിഡ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത് ഓർത്ത് വെച്ചേക്കാം. ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്, ഫിനൈൽ അലാനിൻ, തൈറസിൻ, ട്രിപ്റ്റോഫാൻ. ക്ലിയർ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാം, അമിനോ ആസിഡ് വിത്ത് സൾഫർ. സൾഫർ ഉള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെ, സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സിസ്റ്റീൻ വരുന്നുണ്ട്, സിസ്റ്റീൻ വരുന്നുണ്ട് കേട്ടോ. സിസ്റ്റീൻ അത് C വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. SH ഗ്രൂപ്പ് ആണ്, തയോൾ ഗ്രൂപ്പാണ് വരുന്നത് കേട്ടോ. തയോൾ ഗ്രൂപ്പാണ് അവർക്ക് വരുന്നത്. SH ഗ്രൂപ്പാണ് സിസ്റ്റീനിൽ വരുന്നത്. അതും ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ് സിസ്റ്റീൻ. അടുത്തത് മെത്തിയോണിൻ. മെത്തിയോണിൻ M. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഇതാണ്ട് സൾഫർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതൊക്കെയാണ്, സിസ്റ്റീൻ, മെത്തിയോണിൻ. ഇനി ഈ സിസ്റ്റീൻ്റെ മോഡിഫൈഡ് ഫോം ആണ് സിസ്റ്റൈൻ. ഓക്കെ, മോഡിഫൈഡ് സിസ്റ്റീൻ ആണ് സിസ്റ്റൈൻ, വിച്ച് ഇസ് എ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. സിസ്റ്റീൻ ഒരു സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്നതാണ് സിസ്റ്റൈൻ. ഇറ്റ് ഈസ് എ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. ഇതും സൾഫർ കണ്ടെയ്നിങ് ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്, സിസ്റ്റീൻ, മെത്തിയോണിൻ, ഇത് രണ്ടുമാണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്. സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് അല്ലാതെ പറയുമ്പോൾ സിസ്റ്റൈനും കൂടെ ചേർത്തോളൂ. സിസ്റ്റൈൻ എന്ന് പറയുന്നത് സൾഫർ കണ്ടെയ്നിങ് ഒരു അമിനോ ആസിഡ് ആണ്, വിച്ച് ഇസ് എ നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. ഓക്കെ അല്ലേ? അപ്പം അമിനോ ആസിഡ് വിത്ത് സൾഫർ, സിസ്റ്റീനും മെത്തിയോണിനും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച് ഏതൊക്കെയായിരുന്നു, ആൽഫാറ്റിക്, OH ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ആരോമാറ്റിക് ആൻഡ് സൾഫർ കണ്ടെയ്നിങ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി വരുന്നതാണ് അമിനോ ഗ്രൂപ്പ് ഉള്ളത്. അതായത് ഓൾറെഡി ഇതാണ്ട ഇത് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഇതാണ്ട ഇതെല്ലാവർക്കും ഉള്ളതാണ് അല്ലേ? അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു അമിനോ ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതാണ് അടുത്തത്. അമിനോ ആസിഡ് വിത്ത് ആൻ എക്സ്ട്രാ അമിനോ ഗ്രൂപ്പ്. അതായത് R ഗ്രൂപ്പ് എന്ന് പറയുന്നതിനകത്ത് എന്ത് കാണും, അമിനോ ഗ്രൂപ്പും കൂടെ കാണും. ആറിനകത്ത് അമിനോ ഗ്രൂപ്പും കൂടെ കാണും. അങ്ങനെയുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലൈസിൻ. ലൈസിൻ കേട്ടോ, K. ലൈസിൻ K. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് എക്സ്ട്രാ വരുന്നുണ്ട്. ആർജിനിൻ. ഇതാണ് ആർജിനിൻ. അതിനകത്ത് എന്താണ്, ഇവിടെ ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഹിസ്റ്റഡിൻ. ഹിസ്റ്റഡിനകത്ത് എന്താണ്, അമിനോ ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് ഇത്രയാണ് എന്ത് വരിക, അമിനോ ഗ്രൂപ്പ്, എക്സ്ട്രാ ഒരു അമിനോ ഗ്രൂപ്പ് ഉള്ള അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ. ഏതൊക്കെയാണ്, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ വിത്ത് എക്സ്ട്രാ അമിനോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ R ഗ്രൂപ്പിൽ അമിനോ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ അല്ലേ, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ. ഇനി ഇത് നോക്കിക്കേ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുള്ള, അതായത് കൂടെ R ഗ്രൂപ്പിനകത്ത് എന്തും കൂടെ കാണും, COH ഗ്രൂപ്പ് വരുന്നതിനാണ് ഇത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരുന്നത്. ഏതൊക്കെയാണ്, അസ്പാർട്ടേറ്റ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് എന്ന് വിളിക്കും കേട്ടോ, മാറിപ്പോവല്ലേ. അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്നതും അസ്പാർട്ടേറ്റും സെയിം ആണ്. ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, ഇത് രണ്ടും എന്താണ്, ഒരു ആസിഡ്സ് ആണ്. ഒരു എക്സ്ട്രാ COH കൂടെ അവർക്ക് വരികയല്ലേ, അതുകൊണ്ട് അവർ ആസിഡ്സ് ആണ്. അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്, അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ, അവരുടെ സിമ്പിൾ നോക്കി, സ്ട്രക്ചർ നോക്കിയതാണ്ട് COH ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു COH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്.
എക്സ്ട്രാ ഒരു COH ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്, അസ്പാർട്ടിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അമൈഡ് ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ എന്താണ്? അമൈഡ് ഗ്രൂപ്പ് വരും. എക്സ്ട്രാ ഒരു അമൈഡ് ഗ്രൂപ്പ് വരുന്നതിനെയാണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇതില്ലേ, ഈ OH മാറിയിട്ട് അവിടെ ആര് വരും? ഈ കാർബോക്സിലിക് ആസിഡിന്റെ ഈ OH മാറിയിട്ട് അവിടെ NH2 വരും, അമൈഡ് ഗ്രൂപ്പ്. അതിനെയാണ് നമ്മൾ അമൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതാ കണ്ടോ, ഇതാ ഇവിടെ COH ആയിരുന്നു വരുന്നത്. എവിടെ? അസ്പാർട്ടേറ്റിന്റെ കാര്യത്തിൽ. അസ്പാർട്ടേറ്റിൽ ഇവിടെ എന്തായിരുന്നു വരുന്നത്? COH ആയിരുന്നു. അതെങ്ങനെ ഇരിക്കുക? C ഡബിൾ ബോണ്ടും OH നല്ല ഇരിക്കാം. ഈ OH മാറിയിട്ട് അവിടെ ആര് വരും? അമിനോ ഗ്രൂപ്പ് വന്നിരിക്കും. സോ അതാണ് എന്തായിട്ട് മാറുക? അമൈഡ് ആയിട്ട് മാറുന്നത്. കണ്ടോ, സിംപ്ലി അത്രേ ഉള്ളൂ. അസ്പാർട്ടേറ്റ്, ദിസ് ഈസ് അസ്പാർട്ടേറ്റ്. അസ്പാർട്ടേറ്റിൻ്റെ അകത്തോട്ട് ഇത് അസ്പാർട്ടേറ്റ് ആണ്. അസ്പാർട്ടേറ്റിനകത്തോട്ട് എന്ത് പറ്റുന്നു? അവരുടെ OH മാറിയിട്ട്, ആ കാർബോക്സിലിക് ആസിഡിന്റെ OH മാറിയിട്ട് അമിനോ ഗ്രൂപ്പ് വരികയാണ്. സോ ദെൻ ഇറ്റ് ഫോംസ് അമൈഡ്. ആ അമൈഡിന്റെ പേരാണ് എന്ത്? ആസ്പെറാജിൻ. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? അസ്പാർട്ടേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അസ്പാർട്ടേറ്റിന്റെ അമൈഡ് ആണ് എന്ത്? ആസ്പെറാജിൻ. ഇനി ഗ്ലൂട്ടാമേറ്റ്. ഗ്ലൂട്ടാമേറ്റിലും അങ്ങനല്ലേ? ഇതാണ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ആയിരുന്നു ഇവിടെ, C ഡബിൾ ബോണ്ടോ ഇവിടോട്ട് OH ആയിരുന്നു, അത് മാറിയിട്ട് NH2 വന്നു. സോ ഇറ്റ് ഫോം അമൈഡ്. അത് ഏത് അമൈഡാണ്? ഗ്ലൂട്ടാമിൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം അസ്പാർട്ടേറ്റിന്റെ അമൈഡാണ് ആസ്പെറാജിൻ, ഗ്ലൂട്ടാമേറ്റിന്റെ അമൈഡാണ് ഗ്ലൂട്ടാമിൻ. ക്ലിയർ? അപ്പോൾ അസ്പാർട്ടേറ്റ്, ആസ്പെറാജിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ. ഓക്കെ അല്ലേ? അതാണ് അമൈഡ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഒരേ ഒരാളും കൂടെ അമിനോ ആസിഡ്സിൽ നമുക്ക് പഠിക്കാറുണ്ട്, ഇമ്യൂനോ ആസിഡ്സ്. ഏതാണ്? ഇമ്യൂനോ ആസിഡ് വിച്ച് ഇസ് പ്രോളിൻ. ഇമ്യൂനോ ആസിഡ് ആണ് പ്രോളിൻ എന്ന് പറയുന്നത്. പ്രോളിൻ ഇസ് ആൻ ഇമ്യൂനോ ആസിഡ് ആണ്. കണ്ടോ, ഇമ്യൂനോ ആസിഡ് ആണ് പ്രോളിൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ നേച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അമിനോ ആസിഡ്സ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് ആലിഫാറ്റിക് അമിനോ ആസിഡ്സ്. ആലിഫാറ്റിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ സൈഡ് ചെയിൻ ആലിഫാറ്റിക് ചെയിൻ ആയിരിക്കും. ഏതൊക്കെയാണ്? ഗ്ലൈസിൻ. ഫസ്റ്റ് വൺ ഗ്ലൈസിൻ, സെക്കൻഡ് വൺ അലാനിൻ, വാലിൻ, പിന്നെ ഫോർത്ത് വൺ ഈസ് ലൂസിൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഐസോലൂസിൻ. അപ്പം ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഇത് ഇത്രയും എന്താണ്? ആലിഫാറ്റിക് അമിനോ ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന, OH ഗ്രൂപ്പ് വരുന്ന രണ്ടെണ്ണം, സെറൈൻ ആൻഡ് ത്രിയോണിൻ. സെറൈൻ ആൻഡ് ത്രിയോണിൻ. ആരോമാറ്റിക് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? തൈറസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലാനിൻ. തൈറസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ഫിനൈൽ അലാനിൻ. ഓക്കെ, ട്രിപ്റ്റോഫാൻ. ഇനി സൾഫർ വരുന്നത് സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ. സിസ്റ്റീൻ ആൻഡ് മെഥിയോണിൻ ആണ് സൾഫർ വരുന്നത്. പിന്നെ അടുത്തത് അമിനോ ഗ്രൂപ്പ് വരുന്നത്. അമിനോ ഗ്രൂപ്പ് വരുന്ന ഏതൊക്കെയാണ്? ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ. ഓക്കെ, ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ അമിനോ ഗ്രൂപ്പ് വരുന്നത്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് വരുന്നത് ആരാണ്? അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ്. അതിന്റെ പേര് ഒന്നുകൂടെ പറ. അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ചിലപ്പോൾ നമുക്ക് അസ്പാർട്ടേറ്റിന് പകരം അസ്പാർട്ടിക് ആസിഡ് എന്നായിരിക്കും പറയാം. സെയിം ആണ്. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിക് ആസിഡ് സെയിം ആണ്. പിന്നെ അതിന്റെ അമൈഡ് ഗ്രൂപ്പ് അസ്പെറാജിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോളിൻ. അപ്പോൾ ടോട്ടൽ എത്രയായി? 20 അമിനോ ആസിഡിന്റെ പേര് ഇങ്ങനെ തന്നെ നമുക്ക് പഠിക്കാം. 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു പോകാം. ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറൽ ബേസ് ചെയ്തിട്ടുള്ള ഈ ക്ലാസിഫിക്കേഷൻ ആ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സിന്റെ പേര് ബൈ ഹാർട്ട് ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. അപ്പം എക്സ്ട്രാ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡിന്റെ പേര് പഠിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ എക്സ്ട്രാ ഇത് എടുക്കേണ്ട ആവശ്യമില്ല, എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് മനസ്സിലോട്ട് വരും വിത്ത് ദെയർ കെമിക്കൽ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. ബേസ്ഡ് ഓൺ പൊളാരിറ്റി ഓഫ് ദ ആർ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പിന്റെ പൊളാരിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ ചിലപ്പം പല ടെക്സ്റ്റുകളിൽ പല കൺഫ്യൂഷനുള്ളൊരു കാര്യമുണ്ട്. നോൺ പോളാർ അമിനോ ആസിഡ്. നോൺ പോളാർ എന്ന് പറയുമ്പം അവരുടെ സൈഡ് ചെയിനിൽ എന്തുണ്ടാവില്ല? പോളാർ നേച്ചർ കാണിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. പോളാർ നേച്ചർ കാണിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. സോ അതിനെയാണ് നോൺ പോളാർ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുക. പോളാർ നേച്ചർ ആയിരിക്കില്ല സൈഡ് ചെയിനുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു വരിക? അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെഥിയോണിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് പ്രോളിൻ.
ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള നോൺ പോളാർ അമിനോ ആസിഡ്. ചില ടെസ്റ്റുകളിൽ ഗ്ലൈസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഗ്ലൈസിനെ ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഗ്ലൈസിന്റെ സൈഡ് ചെയിൻ എന്ന് പറയുന്ന H മാത്രമാണ് അല്ലേ. ബട്ട് H എന്ന് പറയുന്നത് പല സിറ്റുവേഷൻസിലും അതിനെന്താക്കാം, ഡൈപോളാർ ആയിട്ട് മാറാറുണ്ട്. H ഡൈപോളാർ ആയിട്ട് മാറാറുണ്ട്. സോ ചില ഫിസിയോളജിക്കൽ കണ്ടീഷൻസിൽ അവരെന്താവും, പോളാർ നേച്ചർ കാണിക്കാറുണ്ട് കേട്ടോ ഗ്ലൈസിൻ. അതുകൊണ്ട് നമ്മൾ പോളാറിൽ പറയാൻ പറ്റും ഗ്ലൈസിനെ. ചില ടെസ്റ്റുകളിൽ അത് നോൺ പോളാറിലാണ് ഗ്ലൈസിൻ കിടക്കുന്നത്. ബട്ട് ചില കണ്ടീഷൻസിൽ അത് എന്തായിട്ട് മാറാറുണ്ട്, പോളാറായിട്ട് മാറാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് നോക്കിയാലും പറയാൻ പറ്റും എല്ലാ അമിനോ ആസിഡ്സിനും എന്ത് കാണിക്കും, പോളാർ നേച്ചർ അവർ കാണിക്കും കേട്ടോ. ഓൾ അമിനോ ആസിഡ് പോളാർ നേച്ചർ കാണിക്കും. എന്തുകൊണ്ടാണെന്ന് പറയാമോ? അമിനോ ഗ്രൂപ്പും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും അവർക്ക് അവിടെ ഉണ്ട്. അപ്പം മിക്ക അമിനോ ആസിഡും എന്ത് കാണിക്കുന്നുണ്ട്, പോളാർ നേച്ചർ കാണിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ സൈഡ് ചെയിൻ്റെ പൊളാരിറ്റി ബേസ് ചെയ്തിട്ടാണെങ്കിൽ, അല്ലാതെ ആ പാർട്ട് മാറ്റിയിട്ട് സൈഡ് ചെയിൻ്റെ പൊളാരിറ്റി നോക്കുകയാണെങ്കിൽ നോൺ പോളാർ ആയിട്ടുള്ളവരാണ് ഇത് ഇത്രയും. അങ്ങനെ ഓർക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക അമിനോ ആസിഡ്സ് എന്താണ്, പോളാർ നേച്ചർ ആണ്, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് അമിനോ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. ബട്ട് നമ്മളിവിടെ എന്താണ് പറയുക, സൈഡ് ചെയിനിന്റെ പൊളാരിറ്റി ആണ് ഈ പറയുന്നത്. സൈഡ് ചെയിനിന്റെ പൊളാരിറ്റി അനുസരിച്ച് നോൺ പോളാർ അമിനോ ആസിഡ്സ് ആണ് ഇത് ഇത്രയും. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാണ്, ബേസ്ഡ് ഓൺ എ പൊളാരിറ്റി ഓഫ് ആർ ഗ്രൂപ്പ് സൈഡ് ചെയിൻ ആണ് നോൺ പോളാർ ആയിട്ടുള്ളവർ ഇത് ഇത്രയും. അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്തിയോണിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് പ്രോളിൻ. ഓക്കെ, ഇനി പോളാർ ആയിട്ട് വരും. ഗ്ലൈസിന് പോളാർ നേച്ചർ കാണിക്കാറുണ്ട്. സിറൈൻ, ത്രിയോണിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടാമിൻ, അസ്പാരജിൻ, തൈറസിൻ ഇത് ഇത്രയാണ് പോളാറിൽ പ്ലേസ് ചെയ്യാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പോളാർ ആൻഡ് നോൺ പോളാർ അമിനോ ആസിഡ് വിത്ത് നോ ചാർജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പോളാർ വിത്ത് നോ ചാർജ്, ചാർജ് ഇല്ലാത്ത പോളാർ അമിനോ ആസിഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോൺ പോളാർ ആൻഡ് പോളാർ വിത്തൗട്ട് ചാർജ്. ക്ലിയർ? ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ചാർജ് ഉള്ളവർ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ചാർജ് ആണ്, പോളാർ ആണ് ബട്ട് വിത്തൗട്ട് ചാർജ് ആണ്. OH ഗ്രൂപ്പോ അങ്ങനത്തെ ഗ്രൂപ്പ് ഉള്ളവരാണ് ഇവർ. ഇനി ചാർജ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഇത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ഈ 3 ആൾക്കാരാണ്. ആരാണ്? ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളത് അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയാമോ നിങ്ങൾക്ക്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ 3 ഗ്രൂപ്പ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, അല്ല നേരത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു ഡിവിഷനിൽ പറഞ്ഞു. അത് ഏതായിരുന്നു? വിത്ത് അമിനോ ഗ്രൂപ്പ്. വിത്ത് അമിനോ ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ, NH2 ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ എന്താണ്? ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. NH3+ എന്നുള്ള ഫോമിലായിരിക്കും അവർ കാണുക. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് വരുന്ന ആരൊക്കെയാണ് നോക്കിയേ? അസ്പാർട്ടിക് ആസിഡ്, അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ് അവരെന്താണ്? വിത്ത് COH ഗ്രൂപ്പാണ്. അവരെന്തായിരിക്കും? CO- എന്നായിരിക്കും കാണുക. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ് പോസിറ്റീവ്ലി ചാർജ്. അതൊക്കെ ആരൊക്കെയാണ്? ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റഡിൻ. നെഗറ്റീവ്ലി ചാർജ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എക്സ്ട്രാ ഉള്ളവരാണ് നെഗറ്റീവ്ലി ചാർജ്. ദാറ്റ് ഈസ് അസ്പാർട്ടേറ്റ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പം പോളാർ, നോൺ പോളാർ, പോളാർ വിത്തൗട്ട് ചാർജ് ആൻഡ് വിത്ത് ചാർജ് നോക്കിക്കേ, പോസിറ്റീവ്ലി ചാർജ്ഡും നെഗറ്റീവ്ലി ചാർജ്ഡും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ബേസ്ഡ് ഓൺ ദ പൊളാരിറ്റി അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അതായത് നമ്മളുടെ ബോഡിയിൽ ഫുഡിൽ നിന്ന് വേണ്ടതാണോ ഫുഡിൽ നിന്ന് വേണ്ടാത്തതാണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഫുഡിൽ നിന്ന് കൂടി ആ അമിനോ ആസിഡ് കിട്ടണം, അല്ലാതെ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യുന്ന കുറേ അമിനോ ആസിഡ്സും ഉണ്ട്. സോ അതിന്റെ ബേസിസിൽ ന്യൂട്രീഷണൽ റിക്വയർമെന്റ് അനുസരിച്ച് അമിനോ ആസിഡ്സിനെ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഏതൊക്കെയാണ്? എസെൻഷ്യൽ അമിനോ ആസിഡും നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സും. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ബോഡിക്ക് അവരെ സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ദ അമിനോ ആസിഡ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. അപ്പോൾ അവരെ നമുക്ക് എന്ത് വേണം? പുറത്തുനിന്നുള്ള ഡയറ്റിൽ നിന്ന് നമുക്ക് വേണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡിൽ നിന്ന് നമുക്ക് അവരെ വേണം. അങ്ങനെയുള്ളവരെയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയേ, വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈലലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ ഇതിൻ്റെ കൂടെ 2 ആൾക്കാരും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതാരാ ഞാൻ ഇപ്പോൾ പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു 2 ആൾക്കാരും കൂടെ വരും എസെൻഷ്യലായിട്ട്
ബട്ട് അവരെ നമ്മൾ വേറൊരു പേരിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോണിൻ, ഫിനൈലലാനിൻ, ത്രിയോണിൻ, തൈറസിൻ. ഓക്കെ, സോറി, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. തൈറസിൻ അല്ല, ട്രിപ്റ്റോഫാൻ. ഇത് ഇത്രയാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവരെ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടണം. നമ്മുടെ ബോഡി ഇവരെ സിന്തസൈസ് ചെയ്യില്ല. പിന്നെ ഞാൻ 2 ഡാഷ് ഇട്ടിട്ടുണ്ട്. അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്, ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ അവർ നമ്മുടെ ബോഡി സിന്തസൈസ് ചെയ്യും. ഓക്കെ, അവർ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട് ഇൻ സ്മോൾ എമൗണ്ട്. ബട്ട് ചില സമയത്ത്, അതായത് നമ്മൾ ഒരു സ്ട്രെസ്, പീരീഡ് ഓഫ് സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ്, അതായത് ഒരു ചൈൽഡ്, ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചൈൽഡ്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈം, ലാക്ടേഷൻ, ഈ ടൈമിലൊക്കെ അവരെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഡയറ്റിലൂടെ ആവശ്യമുണ്ട്. സോ ദേ ആർ നോൺ എസെൻഷ്യൽ ആസ് വെൽ ആസ് എസെൻഷ്യൽ. ചില കണ്ടീഷനിൽ അവരെന്താണ്? എസെൻഷ്യൽ ആണ്. സ്ട്രെസ് വരുന്ന സമയത്ത്, ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ, ഗ്രോത്തിൻ്റെ ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ, ഇതൊക്കെ നമുക്ക് എന്താവശ്യമുണ്ട്? ഈ അമിനോ ആസിഡ്സിനെ ഡയറ്റിൽ നിന്ന് ആവശ്യമുണ്ട്, ലാർജ് എമൗണ്ടിൽ ആവശ്യമുണ്ട്. നമ്മളെ ബോഡിയിൽ ഇവരെ സ്മോൾ എമൗണ്ടിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അമിനോ ആസിഡാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്, അല്ലെങ്കിൽ കണ്ടീഷണലി എസെൻഷ്യൽ അമിനോ ആസിഡ്. ചില കണ്ടീഷനിൽ നമുക്ക് അവരെ ആവശ്യമുണ്ട്. അങ്ങനെ ഓർത്താൽ മതി. ചില കണ്ടീഷനിൽ അവരെ നമുക്ക് പുറത്തുനിന്ന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവരെ എന്താണ്? എസെൻഷ്യലാണ്. ചില സമയത്ത് അവരെന്താണ്? എസെൻഷ്യലാണ്. എക്സ്ക്ലൂസീവ്ലി എസെൻഷ്യൽ ആയിട്ട് ഇവരാണ്. ചില സമയത്തും കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും, ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ദേ ആർ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അതായത് ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ സ്മോൾ എമൗണ്ടിൽ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ അണ്ടർ സ്ട്രെസ്സിലോ, അല്ലെങ്കിൽ കുട്ടികളായിരിക്കുന്ന സമയത്ത്, അതായത് ഫിസിയോളജിക്കൽ ഗ്രോത്ത് നടക്കുന്ന സമയത്ത്, പ്രഗ്നൻസി, ലാക്ടേറ്റിംഗ് സമയത്ത്, അതേപോലെ അഡോളസൻ ഗ്രോത്ത്, അല്ലെങ്കിൽ റിക്കവറി ഫ്രം ട്രോമ, ഈ ടൈമിലൊക്കെ നമുക്ക് എന്താണ്? ഇത് കുറച്ചും കൂടെ എക്സ്ട്രാ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഡയറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ളവരെയാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുക. ആരൊക്കെയാണത്? ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ഇതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെ ഞാൻ അവിടെ ഇടണം, ഞാൻ 2 ആൾക്കാരെ മാറ്റി എന്ന് പറഞ്ഞില്ലേ. അവർ എക്സ്ക്ലൂസീവ്ലി എസെൻഷ്യൽ അല്ല കേട്ടോ, സെമി എസെൻഷ്യൽ അല്ലെങ്കിൽ കണ്ടീഷണലി എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോൺ എസെൻഷ്യൽ, ബാക്കി വരുന്ന ആൾക്കാരെല്ലാം നോൺ എസെൻഷ്യൽ ആണ്. അവർ നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ദ ബോഡി ക്യാൻ സിന്തസൈസ് അബൌട്ട് 10 അമിനോ ആസിഡ്സ് ആണ് ഫോർ ദ ബയോളജിക്കൽ നീഡ്സ്. ഗ്ലൈസിൻ, അലാനിൻ, സെറൈൻ, സിസ്റ്റീൻ, അസ്പാർട്ടേറ്റ്, അസ്പരാജിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, തൈറസിൻ, പ്രോളിൻ. ഇത് ഇത്രയാണ് 10 ബാക്കിയുള്ള അമിനോ ആസിഡ്സ്. പിന്നെ ആർജിനിൻ, ഹിസ്റ്റഡിൻ സെമി എസെൻഷ്യൽ. ബാക്കി വന്ന ആൾക്കാർ ഏതൊക്കെയാണ്? വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെഥിയോണിൻ, ഫിനൈലലാനിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ. ഓക്കെ, ഇത് ഇത്രയും എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. നമുക്ക് ഫുഡിൽ നിന്ന് ആവശ്യമുള്ള അമിനോ ആസിഡ്സ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ചില ടെസ്റ്റുകളിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് 10 എന്ന് പറഞ്ഞ് ഈ ആർജിനിനും ഹിസ്റ്റഡിനെയും കൂടെ എസെൻഷ്യലിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നുണ്ട്. ആക്ച്വലി അവരെന്താണ്? സെമി എസെൻഷ്യൽ ആണ്. അതായത് ചില സമയത്താണ് നമുക്ക് അവർ കൂടുതലായിട്ട് വേണ്ടത്, പുറത്തുനിന്ന് ഡയറ്റിൽ നിന്ന് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ ആണല്ലോ, അത് ഓർത്ത് വെച്ചേക്കണേ. ഇനി വരുന്നതാണ് ലാസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റ്. അതായത് അവരുടെ മെറ്റബോളിക് ഫേറ്റ് എന്താണെന്ന് അനുസരിച്ച് ലാസ്റ്റ് അവരെ കംപ്ലീറ്റ്ലി മെറ്റബോളൈസ് ചെയ്യുമ്പം അവരെന്തായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ സം അമിനോ ആസിഡ്സ് ആർ കൺവേർട്ടഡ് ടു എന്തായിട്ട് മാറും? കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ളതിനെയാണ് ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ്. മെയിനായിട്ടും ഗ്ലൂക്കോസ് ആയിട്ടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ്, അതായത് ഗ്ലൂക്കോസ്. ഓക്കെ, ഗ്ലൂക്കോസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലിയോ ഡയറക്ട്ലിയോ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന അമിനോ ആസിഡ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ ഗ്ലൂക്കോജെനിക് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. ചിലതെന്താവും? ഫാറ്റിൻ്റെ പ്രൊഡക്ഷനിലായിരിക്കും വരിക. ആ അമിനോ ആസിഡ് ഫാറ്റ് ആയിട്ടായിരിക്കും മാറുക. ഓക്കെ, അങ്ങനെയുള്ളതാണ് കീറ്റോജെനിക് അമിനോ ആസിഡ്. അത് എക്സ്ക്ലൂസീവ് ആയിട്ട് ലൂസിനും ലൈസിനുമാണ്. ഇവർ രണ്ടുപേരുമാണ് എന്ത്? കീറ്റോജെനിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. അത് ഓർത്ത് വെച്ചേക്കുക. കീറ്റോജെനിക് അമിനോ ആസിഡ്, ലൂസിൻ ആൻഡ് ലൈസിൻ. ഓക്കെ, ഇനി രണ്ടും പറ്റുന്നവരുണ്ട്. ബോത്ത് ഗ്ലൂക്കോജെനിക് ആൻഡ് കീറ്റോജെനിക് അമിനോ ആസിഡ്സ് ഉണ്ട്. രണ്ടിലും പറ്റുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ 4 കൊടുത്തിരിക്കുന്നത്: ഐസോലൂസിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് തൈറസിൻ. ഓക്കെ, ഇപ്പോൾ ഫിനൈലലാനിൻ, ഐസോലൂസിൻ, ട്രിപ്റ്റോഫാൻ, തൈറസിൻ ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ത്രിയോണിൻ. ത്രിയോണിനും അത് പറ്റും കേട്ടോ. ത്രിയോണിൻ ഇത് ഇത്രയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് കീറ്റോജെനിക്കും ആണ്,
ഗ്ലൂക്കോജനിക്കും ആണ്. ഓക്കെ, അങ്ങനെയുള്ളവരും ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് ആയിട്ടുള്ളത് ലൈസിനും ലൂസിനും ആണ്. രണ്ടിനും പറ്റുന്നവരാണ് ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ, ഫിനൈലലാനിൻ, തൈറോസിൻ, ഐസോലൂസിൻ. ഇനി ഗ്ലൂക്കോജനിക് മാത്രമായിട്ടുള്ളവരാണ് ഇത് ഇത്രയും: ആർജിനിൻ, ഹിസ്റ്റഡിൻ, ഗ്ലൂട്ടാമേറ്റ്, ഗ്ലൂട്ടാമിൻ, പ്രോളിൻ, വാലിൻ, സിസ്റ്റീൻ, മെത്തിയോണിൻ, അസ്പാർട്ടേറ്റ്, അസ്പാർജിൻ, അലാനിൻ, സെറൈൻ, ഗ്ലൈസിൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട ഈ ഒരെണ്ണം, ഈ ഗ്ലൈസിൻ ആൻഡ് ലൂസിൻ എന്നുള്ളത് ഓർത്ത് വെച്ച്, ലൈസിൻ ആൻഡ് ലൂസിൻ. പിന്നെ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വെച്ചിട്ട്. അപ്പോൾ ഇത് രണ്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കി 20ൽ ഇതങ്ങ് കുറച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ അത്രയാണ് മെറ്റബോളിക് ഫേറ്റിൽ വരുന്ന ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക് രണ്ടും പറ്റുന്ന ആൾക്കാർ. ഓക്കെ, ഇനി ചില അമിനോ ആസിഡ്സിന് സ്പെഷ്യൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തൈറോസിന് ഒരു പ്രത്യേകത ഉണ്ട്, ദേ ക്യാൻ ബി കൺവേർട്ടഡ് ടു ഹോർമോൺ ആയിട്ട് മാറാൻ പറ്റും. ലൈക്ക് തൈറോയ്ഡ് ഹോർമോൺ, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, മെലാനിൻ, ഇതൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. സോ അതാണ് ഒരു എക്സാമ്പിൾ, തൈറസിനാണ് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ഇപ്പം 2 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സെലനോസിസ്റ്റീൻ ആണ്. സിസ്റ്റീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് സെലനോസിസ്റ്റീൻ. SC എന്ന് കൊടുക്കും, യു ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് പൈറോലൈസിൻ ഉണ്ട്. അത് ബാക്ടീരിയയിലാണുള്ളത് കേട്ടോ, നമ്മളിലല്ല, ബാക്ടീരിയയിലാണ് പ്രസന്റ് ഇൻ ബാക്ടീരിയ. യു ബാക്ടീരിയയിലാണ് വരുന്നത്. പൈറോലൈസിൻ PLY എന്ന് കൊടുക്കും, O എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ 20 സ്റ്റാൻഡേർഡ്, നമ്മളുടെ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് പിന്നെ 2 എണ്ണം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെലനോസിസ്റ്റീൻ ആൻഡ് പൈറോലൈസിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ന്യൂലി ഡിസ്കവേർഡ് അമിനോ ആസിഡ് ആണ് ഈ 2 എണ്ണം, സെലനോസിസ്റ്റീൻ ആൻഡ് പൈറോലൈസിൻ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. അപ്പം അമിനോ ആസിഡ്സിൻ്റെ പല ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കിയല്ലേ. ഒന്ന് അവരുടെ ഒക്കറൻസ്, പ്രോട്ടിയോജനിക് ആൻഡ് നോൺ പ്രോട്ടിയോജനിക്. പിന്നെ അവരുടെ സ്ട്രക്ചർ, കെമിക്കൽ നേച്ചർ ആൻഡ് സ്ട്രക്ചർ അനുസരിച്ച് ഒരുപാട് ക്ലാസിഫിക്കേഷൻ. ആലിഫാറ്റിക്, അരോമാറ്റിക്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നത്, അമിനോ ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ് വരുന്നത്, ഇമ്യൂണോ ആസിഡ് വരുന്ന, അമൈഡ് വരുന്നത്. ഇത് ഇത്രയാണ് ആ ഒരു സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ നേച്ചർ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. പിന്നെ നമ്മൾ എസെൻഷ്യാലിറ്റി, ന്യൂട്രീഷണൽ റിക്വയർമെൻ്റ് അനുസരിച്ച് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ പഠിച്ചു. പിന്നെ അവരുടെ ഫേറ്റ്, മെറ്റബോളിക് ഫേറ്റ് ആയിരുന്നു. അതേതാണ്? ഗ്ലൂക്കോജനിക്, കീറ്റോജനിക് ആൻഡ് ബോത്ത്. ഓക്കെ, അതിലാണ് മെയിനായിട്ടുള്ള അമിനോ ആസിഡ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ആ കെമിക്കൽ നേച്ചർ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ഈസി ആയിട്ട് പഠിക്കാം. ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോയാൽ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആ സ്ട്രക്ചറും മനസ്സിലായിരിക്കും, ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ അമിനോ ആസിഡ് എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ക്ലിയർ ആണല്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെക്ഷനാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് പ്രോട്ടീൻ ഇൻ ലിവിങ് ഓർഗാനിസം? ലിവിങ് ഓർഗാനിസത്തിൽ പ്രോട്ടീൻ്റെ പ്രൈമറി റോൾ എന്താണ്? എനർജി സ്റ്റോറേജ്, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോൾ, DNA റെപ്ലിക്കേഷൻ, ഹോർമോൺ പ്രൊഡക്ഷൻ. ഇതിൽ ഈ പറയുന്ന DNA റെപ്ലിക്കേഷനിലായാലും ചില പ്രോട്ടീൻസ് ആവശ്യമുണ്ട് കേട്ടോ. അതായത് ചില എൻസൈംസ് ആവശ്യമുണ്ട്. ഹോർമോൺ പ്രൊഡക്ഷനിലും പ്രോട്ടീൻസ് ആണ്. ഹോർമോൺസ് എന്ന് പറയുന്നത് മിക്ക ഹോർമോൺസും പ്രോട്ടീൻസ് ആണ്. ബട്ട് അവരുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ റോളിൽ. നെക്സ്റ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ കോൺസ്റ്റുവൻറ്റ് ഓഫ് മസിൽസ് ഇൻ ആനിമൽ ബോഡി? അനിമൽ ബോഡിയുടെ മസിൽസിൻ്റെ മേജർ കോൺസ്റ്റുവൻ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിലേതാണ്? സിമ്പിൾ ആണല്ലേ, പ്രോട്ടീൻ ആണ്. മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇതിലേതിൻ്റെ പോളിമർ ആണ് പ്രോട്ടീൻ? ന്യൂക്ലിയോടൈഡ്, ഗ്ലൂക്കോസ് മോളിക്യൂൾസ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്. ഇതേതിൻ്റെയാണ്? അമിനോ ആസിഡ്സിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആണ് പ്രോട്ടീൻ. അമിനോ ആസിഡ്സിൻ്റെ റിപ്പീറ്റഡ് യൂണിറ്റ്സ് ആണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ബോണ്ട് ജോയിൻസ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഇൻ എ പ്രോട്ടീൻസ്? രണ്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീനുകളുടെ ഇടയിലുള്ള അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ട്, അയണിക് ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്. ഇറ്റ് ഈസ് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ് ബോണ്ടാണ് വിച്ച് ഇസ് എ കോവാലന്റ് ബോണ്ട്. എന്താണ്? ഇറ്റ് ഇസ് എ കോവാലന്റ് ബോണ്ടാണ്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ നടക്കുന്നത്. ആൻഡ് ആ കോവാലന്റ് ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്.
സോ ദിസ് ഈസ് ദ പ്രൈമറി ബോണ്ട് ഇൻ പ്രോട്ടീൻ. പ്രോട്ടീനിലുള്ള പ്രൈമറി ബോണ്ടാണ് ഏത്? പെപ്റ്റൈഡ് ബോണ്ട്. ഞാനത് എടുത്ത് പറയാൻ കാരണം പ്രോട്ടീനിൽ വേറെ ബോണ്ടുകളും ഉണ്ട്. ബട്ട് ദ പ്രൈമറി ബോണ്ട്, അതായത് അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്യിക്കുന്ന ബോണ്ട്, അതിനെയാണ് നമ്മൾ പ്രൈമറി ബോണ്ട് എന്ന് പറയാം. ആ പ്രൈമറി ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടാണ്. ഓക്കെ, സോ അങ്ങനെയും ചോദിക്കാം. പ്രൈമറി ബോണ്ട് ഇൻ പ്രോട്ടീൻ ഇറ്റ് ഇസ് പെപ്റ്റൈഡ് ബോണ്ട്, അല്ലെങ്കിൽ അമിനോ ആസിഡ്സിനെ ജോയിൻ ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. നെക്സ്റ്റ് വൺ, അമിനോ ആസിഡ്സ് ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് വിച്ച് എലമെന്റ്സ്? ഏതൊക്കെ എലമെന്റ്സ് ആണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ബട്ട് ഓർത്ത് നോക്കോളൂ. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ, പ്രൈമറി അതിനകത്തുള്ളത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആണ്. സൾഫർ കണ്ടെയ്നിങ് ഉണ്ട്. ഏതാണ്? സിസ്റ്റീൻ ആൻഡ് മെത്തിയോണിൻ. നെക്സ്റ്റ് വൺ, ഹൗ മെനി സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്രോട്ടീൻസ്? പ്രോട്ടീൻസിൽ എത്ര സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്? 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണ് വരുന്നത്. 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഡിഫറെന്റ് അമിനോ ആസിഡ് ഫ്രം ഈച്ച് അതർ? എന്തിന്റെ ബേസിസിലാണ് ഓരോ അമിനോ ആസിഡ്സിനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? ദർ കാർബോക്സിൽ ഗ്രൂപ്പ്, അമിനോ ഗ്രൂപ്പ്, ദർ സൈഡ് ചെയിൻ, ദർ സെൻട്രൽ കാർബൺ ആറ്റം. അതിനെയാണ് നമ്മൾ, ഈ സെൻട്രൽ കാർബൺ ആറ്റത്തിനെയാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. അതിനകത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ കാർബണിനകത്തോട്ടൊരു H അറ്റാച്ച് ചെയ്യും, പിന്നെ ഒരു R ഗ്രൂപ്പ് വരും. ഇതാണ് എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ സൈഡ് ചെയിനിലാണ് ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമിനോ ആസിഡ് ഹാസ് ദ സിംപ്ലസ്റ്റ് R ഗ്രൂപ്പ്? R ഗ്രൂപ്പ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണ്? അലാനിൻ, സെറൈൻ, ഗ്ലൈസിൻ, തൈറോസിൻ. ഏതിനാണ്? ഗ്ലൈസിൻ ആണ് അല്ലേ? സിംപ്ലി H മാത്രമുള്ള R ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? H ആയിരിക്കും. സോ അതാണ് ഗ്ലൈസിൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, അമിനോ ആസിഡ് വിത്ത് ദ അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ടു എ കാർബൺ അതർ ദാൻ ആൽഫ കാർബണിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ആൽഫ കാർബൺ അല്ലാതെ ബാക്കിയുള്ള കാർബണിൽ അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ന് വിളിക്കും? ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. ആൻഡ് അതാണ് മെയിനായിട്ട് വരിക. അവരെന്താണ്? നോൺ പ്രോട്ടിയോജനിക് അമിനോ ആസിഡ്സും കൂടിയാണ് കേട്ടോ. ബിക്കോസ് ദേ ആർ നോട്ട് പ്രസന്റ് ഇൻ പ്രോട്ടീൻസിനകത്ത് അവർ വരുന്നില്ല. What are non-standard amino acid? Amino acid incorporated ribosomally into proteins. Amino acid that are occur naturally but are not found in protein. Amino acid with aliphatic side chain, amino acid with aromatic side chain. ഇതിൽ ഏതിനാണ് നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് എന്ന് വിളിക്കുക? നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആർ അമിനോ ആസിഡ് ദാറ്റ് ആർ occur naturally but are not present in protein. അതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കോ കേട്ടോ. Which of the following amino acid has an aromatic side chain? Aromatic side chain വരുന്ന ഇതിൽ ഏതാണ്? ഗ്ലൈസിൻ, വാലിൻ, തൈറോസിൻ, സെറൈൻ. ഇതിൽ ഏതാണ്? നമ്മൾ 3 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? ഫിനൈൽ അലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഇത് ഇത്രയാണ് എന്തിൽ വരുന്ന? ആരോമാറ്റിക് അമിനോ ആസിഡ്സിൽ വരുന്നത്. അപ്പോൾ അതിലേതാണ്? തൈറോസിൻ. ഫിനൈൽ അലാനിൻ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ. ഇത് ഇത്രയാണ് ആരോമാറ്റിക് അമിനോ ആസിഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് അമിനോ ആസിഡ് കണ്ടെയ്ൻ എ സൾഫർ ആറ്റം? സൾഫർ ആറ്റം ഉള്ള അമിനോ ആസിഡ് ഇത് ഏതാണ്? ഗ്ലൈസിൻ, സിസ്റ്റീൻ, അലാനിൻ, ലൈസിൻ. ഇതിലേതാണ്? സിസ്റ്റീൻ ആണ്. സിസ്റ്റീനും അതേപോലെ മെത്തിയോണിനുമാണ് എന്തുള്ളത്? ഇതിന് രണ്ടിനുമാണ് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. അതിൻ്റെ കൂടെ ആരും കൂടെ വരുന്നുണ്ട്? സിസ്റ്റൈൻ. സിസ്റ്റൈൻ എന്ന് പറയുന്നതിനകത്തും എന്ത് കാണുന്നുണ്ട്? സൾഫർ. ഇത് സിസ്റ്റീൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ വിച്ച് അമിനോ ആസിഡ് കണ്ടെയ്ൻ സൾഫർ ആറ്റം? ഏതാണ്? സിസ്റ്റീൻ ആണ്. സിസ്റ്റീനും മെത്തിയോണിനും ആണ് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമിനോ ആസിഡ് ആർ ക്ലാസിഫൈഡ് ആസ് ഹാവിങ് എ ആലിഫാറ്റിക് സൈഡ് ചെയിൻ? ആലിഫാറ്റിക് സൈഡ് ചെയിൻ വരുന്നത് ഏതൊക്കെ? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ആലിഫാറ്റിക് സൈഡ് ചെയിൻ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് കറക്റ്റ് ആൻസർ നോക്കൂ. സെറൈൻ, ത്രിയോണിൻ, ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ഫിനൈൽ അലാനിൻ ആൻഡ് തൈറസിൻ, ലൈസിൻ ആൻഡ് അർജിനിൻ. ഇതിലേതാണ് വരിക? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഇത് ഇത്രേനാണ് എന്തോ വരുന്നത്? ആലിഫാറ്റിക് സൈഡ് ചെയിൻ വരുന്നത് ഈ 5 എണ്ണത്തിനാണ്. ഏതൊക്കെയാണ്? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ലൂസിൻ, ഐസോലൂസിൻ. ഓക്കെ, അത് ഇത്രയാണ് ആലിഫാറ്റിക് സൈഡ് ചെയിൻ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ഈസ് ആൻ ഇമ്യൂണോ ആസിഡ്? ഇമ്യൂണോ ആസിഡ് ഇതിൽ ഏതാണ്?
പ്രോളിൻ, തൈറസിൻ, സെറൈൻ, ലൂസിൻ. ഇതിലേതാണ്? പ്രോളിൻ ആണ് ഇമ്യൂണോ ആസിഡായിട്ടുള്ളത്. പ്രോളിൻ ആണ് ഇമ്യൂണോ ആസിഡായിട്ട് വരുന്നത്. വിച്ച് അമിനോ ആസിഡ് ആർ കൺസിഡേർഡ് എസെൻഷ്യൽ? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിൽ ഏതാണ്? ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ, സിസ്റ്റീൻ, തൈറസിൻ, പ്രോളിൻ, സെറൈൻ. ഇതിലേതാണ് എസെൻഷ്യൽ ആയിട്ടുള്ള, ഫുഡിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്? എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണ്? വാലിൻ, ഐസോലൂസിൻ, ലൂസിൻ ആണ് എന്ത്? എസെൻഷ്യൽ അമിനോ ആസിഡ് ആയിട്ട് വരുന്നത്. പിന്നെ സെമി എസെൻഷ്യൽ ഓർത്ത് വെച്ചേക്കാം, ആർജിനിൻ വരുന്നുണ്ട്, ഹിസ്റ്റഡിൻ. ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ. ഓക്കെ, അത് സെമി എസെൻഷ്യൽ ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് എ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്? സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ്? An amino acid that cannot be synthesized by the body. An amino acid synthesized during stress. The amino acid always synthesized by the body. And the amino acid only found in body. എന്താണ് ഇത്? സെമി എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്ട്രെസ്സിൻ്റെ സമയത്ത് സിന്തസൈസ് ചെയ്യുകയും പിന്നെ നമുക്ക് സ്ട്രെസ്സിൻ്റെ സമയത്ത് ഫുഡിൽ നിന്ന് ആവശ്യവുമായിട്ടുള്ളതാണ് കേട്ടോ. സ്ട്രെസ്സിൻ്റെ സമയത്ത് നമുക്ക് ഫുഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ളതാണ് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സ്ട്രെസ് അങ്ങനത്തെ സമയത്തൊക്കെ എന്താണ്, അത് കുറച്ചുകൂടെ എസെൻഷ്യൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്? നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണ്? മെത്തിയോണിൻ, ഗ്ലൈസിൻ, ലൈസിൻ, ട്രിപ്റ്റോഫാൻ. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ് ഇതിലേതാണ്? ഗ്ലൈസിൻ ആണ്. ഗ്ലൈസിൻ ഇസ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. നെക്സ്റ്റ് വൺ, what determines if an amino acid is glucogenic? Glucogenic എന്ന് പറയുന്നത് എന്താണ്? Its ability to form protein, its conversion into carbohydrate, its conversion into fat and its side chain structure. Glucogenic എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It can converts to carbohydrate അല്ലെങ്കിൽ simply ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഫോം ചെയ്യുന്ന സാധനങ്ങളായിട്ട് മാറാൻ പറ്റുക. അതാണ് ഗ്ലൂക്കോജനിക്. അപ്പോൾ അതാണ് ഗ്ലൂക്കോജനിക്. കീറ്റോജനിക് ആണ് ഫാറ്റ് ആയിട്ട് മാറുന്നത്. ഇത് രണ്ടും ചെയ്യുന്ന അമിനോ ആസിഡും ഉണ്ട്. വിച്ച് അമിനോ ആസിഡ് ആർ ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്? ഇതിൽ ഏതാണ് ബോത്ത് ഗ്ലൂക്കോജനിക് ആൻഡ് കീറ്റോജനിക്? ലൂസിൻ ആൻഡ് ലൈസിൻ, ഐസോലൂസിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈറസിൻ, വാലിൻ ആൻഡ് അലാനിൻ, മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ. ഇതിലേതാണ്? ലൂസിൻ ആൻഡ് ലൈസിൻ ആണ് വരുന്നത്. രണ്ട് വരുന്നതാണ് കേട്ടോ. ലൂസിൻ ആൻഡ് ലൈസിൻ എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് ആണ്. രണ്ടും ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഐസോലൂസിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈറസിൻ ആണ്. ഓക്കെ, ലൂസിൻ ആൻഡ് ലൈസിൻ എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് ആണ്. ഇത് ഇത്രയും, ഈ നാലെണ്ണമാണ് എന്ത്? രണ്ടും ചെയ്യാൻ പറ്റുക. ഇനി മെത്തിയോണിൻ ആൻഡ് സിസ്റ്റീൻ, ഇവരുടെ പ്രത്യേകത ദേ ആർ ഹാവിങ് സൾഫർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഹോർമോൺസ്? ഹോർമോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ് ഇതിലേതാണ്? തൈറസിൻ, വാലിൻ, സെറൈൻ, ഗ്ലൈസിൻ. ഇതിലേതാണ്? ഇറ്റ് ഇസ് തൈറസിൻ. തൈറസിനെ നമുക്ക് തൈറോയിഡ് ഹോർമോൺ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, തൈറോയിഡ് ഹോർമോൺസ്, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അങ്ങനത്തെ ഹോർമോൺസ് ആക്കി മാറ്റാൻ പറ്റും. വിച്ച് ന്യൂലി ഡിസ്കവേർഡ് അമിനോ ആസിഡ് ഈസ് പ്രസന്റ് ഇൻ ബാക്ടീരിയ? ബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ള ന്യൂലി ഡിസ്കവേർഡ് അമിനോ ആസിഡ്, ഇതിൽ ഓപ്ഷനിൽ പൈറോലൈസിൻ ആണ് കേട്ടോ. പൈറോലൈസിൻ. ഇതിലേതാണ്? ഗ്ലൈസിൻ, പൈറോലൈസിൻ, തൈറസിൻ, ട്രിപ്റ്റോഫാൻ. ഇറ്റ് ഇസ് പൈറോലൈസിൻ ആണ് കേട്ടോ. പൈറോലൈസിൻ ആണ് വരുന്നത്. പൈറോലൈസിൻ ആണ് ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ളത്, പ്രസന്റ് ഇൻ ബാക്ടീരിയ. ഓക്കെ, അമിനോ ആസിഡ് വിത്ത് നോ ചാർജ് ആൻഡ് പോളാർ ആർ ഗ്രൂപ്പ് ഇൻക്ലൂഡ്. ഇതിലേതിനാണ്? നോ ചാർജ് ആണ്, ബട്ട് അവർക്ക് എന്തുണ്ട്? പോളാർ ആർ ഗ്രൂപ്പ് ഉണ്ട്. ലൈസിൻ ആൻഡ് അർജിനിൻ, അലാനിൻ ആൻഡ് വാലിൻ, സെറൈൻ ആൻഡ് ത്രിയോണിൻ, ഫിനൈൽ അലാനിൻ ആൻഡ് തൈറസിൻ. പോളാർ ആർ ഗ്രൂപ്പ് വരുന്നുണ്ട്, ബട്ട് they are not charged. Lysine, arginine, alanine, valine, serine, threonine, phenylalanine and tyrosine. ചാർജ് ഇല്ലാത്ത പോളാർ ആർ ഗ്രൂപ്പ് വരുന്നത്. ലൈസിൻ ആൻഡ് ആർജിനിൻ എന്താണ്? ചാർജ് ഉണ്ട്, അപ്പോൾ അവരല്ല, ഇവർക്ക് പോളാർ അല്ല. സെറൈൻ ആൻഡ് ത്രിയോണിൻ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് അസിഡിക് അമിനോ ആസിഡ്? അസിഡിക് അമിനോ ആസിഡിന്റെ ചാർജ് എന്താണ്? അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്? COOH ഗ്രൂപ്പ് വരുന്നവരെയാണ് നമുക്ക് അസിഡിക് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എക്സ്ട്രാ ഉള്ള ആ രണ്ടെണ്ണം ഏതൊക്കെയായിരുന്നു? ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്, പിന്നെ അസ്പാർട്ടേറ്റ് വരുന്നുണ്ട്. ഗ്ലൂട്ടാമേറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ് ആണ്.
അപ്പോൾ അവരുടെ ചാർജ് എന്താണ്? ഇതിൽ എച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവാണ്. സോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അസിഡിക് അമിനോ ആസിഡ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആൻഡ് ദേ ആർ ഗ്ലൂട്ടാമേറ്റ് ആൻഡ് അസ്പാർട്ടേറ്റ് ആണ് വരുന്നത്. വിച്ച് അമിനോ ആസിഡ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്? ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ, aspartic acid and glutamic acid, lysine and arginine, serine and threonine, glycine and alanine. ഇതിലേതാണ്? aspartic acid and glutamic acid. ഓർക്കണം, aspartic acidനാണ് aspartate എന്ന് വിളിക്കുന്നത്, glutamic acidനെയാണ് glutamate എന്ന് വിളിക്കുന്നത്. ഓക്കെ, glutamate എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ aspartic acid and glutamic acid. What characterizes non-polar amino acid? നോൺ പോളാർ അമിനോ ആസിഡ്സിന് എന്തായിരിക്കും അവരുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഹൈഡ്രോഫോബിക് നേച്ചർ, ഹൈഡ്രോഫിലിക് നേച്ചർ, അയണൈസ്ഡ് ഫോം ഇൻ ബയോളജിക്കൽ സിസ്റ്റം, പോസിറ്റീവ്ലി ചാർജ്ഡ്. നോൺ പോളാർ എന്ന് പറയുമ്പോൾ തന്നെ അവരെന്തായിരിക്കും? ഹൈഡ്രോഫോബിക് നേച്ചർ ആയിരിക്കും അവർ കാണിക്കുന്നത്. ദേ ഷോസ് ഹൈഡ്രോഫോബിക് നേച്ചർ. വിച്ച് അമിനോ ആസിഡ് ഹാവ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇൻ ദയർ സൈഡ് ചെയിൻ? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്ന സൈഡ് ചെയിനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നത് ഇതിലേതാണ്? നോക്കിക്കേ, ഏതായിരിക്കും? Glycine and alanine, serine and threonine, cysteine and methionine, valine and leucine. Glycine and alanine സിംപ്ലി എന്തായിരിക്കും? ആലിഫാറ്റിക് ആയിട്ടാണ് വരുന്നത്. വാലിനും ലൂസിനും ആലിഫാറ്റിക് ആണ്. സിസ്റ്റീൻ, മെത്തിയോണിൻ സൾഫർ കണ്ടെയ്നിങ് ആണ്. സോ സെറൈൻ ആൻഡ് ത്രിയോണിൻ ആണ് എന്ത്? OH ഗ്രൂപ്പ് വരുന്നത്. സോ ഈ 4 ആലിഫാറ്റിക് ആണ്, ഇത് രണ്ടും സൾഫർ കണ്ടെയ്നിങ് ആണ്, ഇവർക്ക് രണ്ടുപേർക്കുമാണ് OH ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, സെറൈൻ ആൻഡ് ത്രിയോണിൻ. Next one, what are glucogenic amino acid converted into? Glucogenic amino acid എന്തായിട്ടാണ് മാറുന്നത്? സിമ്പിൾ, ഇതാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് മാറുന്നത്. എസ്പെഷ്യലി ഗ്ലൂക്കോസ് ആയിട്ടാണ് അവർ മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഇൻക്ലൂഡ്സ് ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിൻ? ആർജിനിനും ഹിസ്റ്റഡിനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഏതാണ്? നോൺ എസെൻഷ്യൽ, എസെൻഷ്യൽ, സെമി എസെൻഷ്യൽ, ആരോമാറ്റിക് അമിനോ ആസിഡ്. ഇതിലേതാണ്? ആർജിനിനും ഹിസ്റ്റഡിനും നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സിലാണ്. സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സിലാണ് നമ്മൾ ആർജിനിൻ ആൻഡ് ഹിസ്റ്റഡിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് അമിനോ ആസിഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് ആൻ ഇമ്യൂണോ ആസിഡ്? ഇതിലേതാണ് ഇമ്യൂണോ ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇമ്യൂണോ ആസിഡ് ഇതിലേതാണ്? ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഇറ്റ് ഇസ് പ്രോളിൻ. പ്രോളിൻ ആണ് ഇമ്യൂണോ ആസിഡ് ആയിട്ടുള്ളത്. Next question, which of the following statement is or are correct? All amino acids found in protein are known as alpha amino acid. The amino acid in proteins are linked together by hydrogen bond. R group or side chain of an amino acid determines its unique characteristics. ഇതിൽ ഏതാണ് കറക്റ്റ്? കറക്റ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? എല്ലാ അമിനോ ആസിഡും ആൽഫ അമിനോ ആസിഡ് ആണ് പ്രോട്ടീനിലുള്ള. അമിനോ ആസിഡ് ഇൻ പ്രോട്ടീൻസ് ആർ ലിങ്ക് ടുഗദർ ബൈ ഹൈഡ്രോജൻ ബോണ്ട് അല്ല, ഇറ്റ് ഇസ് പെപ്റ്റൈഡ് ബോണ്ട്. ഒരു പെപ്റ്റൈഡ് ബോണ്ട് കൊണ്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ആർ ഗ്രൂപ്പ് ആണ് അവർക്ക് യൂണീക് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ റൈറ്റ്. സോ 1 and 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? തൈറസിൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് മെലാനിൻ. Proline is considered a standard amino acid but has a unique structure called as amino acid. Non-standard amino acids are incorporated into protein during liposomal synthesis. ഇതിലേതാണ്? തൈറസിനെ നമുക്ക് തൈറോയ്ഡ് ഹോർമോണും മെലാനിനും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രോളിൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് ആണ്, വിച്ച് ഇസ് നോൺ ആസ് ആൻ ഇമ്യൂണോ ആസിഡ്. നോൺ സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ് പ്രോട്ടീനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാറില്ല. റൈബോസോമിലി സിന്തസൈസ് ചെയ്ത് പ്രോട്ടീൻ ഇൻകോപ്പറേഷൻ നടക്കില്ല. സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ഏതാണ്? സിസ്റ്റൈൻ ആൻഡ് മെത്തിയോണിൻ ആർ എ സാമ്പിൾ ഓഫ് അമിനോ ആസിഡ് കണ്ടെയ്നിങ് സൾഫർ. Essential amino acids can be synthesized by the body and do not need to be obtained from the diet. Glucogenic amino acids are converted into glucose into the body. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സിസ്റ്റൈനും മെത്തിയോണിനും സൾഫർ കണ്ടെയ്നിങ് ആണ്. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ബോഡിയിൽ സിന്തസൈസ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് റോങ്. അപ്പോൾ 2 ഓൺലി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഇതിലേതാണ്? ഫിനൈലലാനിൻ ഈസ് ആൻ അമിനോ ആസിഡ് വിത്ത് എ നോൺ പോളാർ ആലിഫാറ്റിക് സൈഡ് ചെയിൻ. ലൈസിൻ ആൻഡ് ലൂസിൻ ആർ എക്സാമ്പിൾ ഓഫ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്. Amino acids are classified based on their polarity, occurrence and nutritional requirement.
ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇതിൽ ഏതാണ്? ഫിനൈലലാനിൻ ഈസ് എൻ അമിനോ ആസിഡ് വിത്ത് ആലിഫാറ്റിക് സൈഡ് ചെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലൈസിൻ ആൻഡ് ലൂസിൻ ആർ എക്സാമ്പിൾ ഓഫ് കീറ്റോജനിക് അമിനോ ആസിഡ്. അമിനോ ആസിഡ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ പൊളാരിറ്റി, ഒക്കറൻസ് ആൻഡ് ന്യൂട്രീഷണൽ റിക്വയർമെന്റ്. ഇതിലേതാണ് കറക്റ്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? ലൈസിൻ ആൻഡ് ലൂസിനും കറക്റ്റ് ആണ്. ഫിനൈലലാനിൻ ആരോമാറ്റിക് ആണ്, ആരോമാറ്റിക് അമിനോ ആസിഡ് ആണ്. സോ അത് തെറ്റാണ്. സോ 2 and 3 ആർ കറക്റ്റ്. 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Next question, which of the following statement is or are correct? Isoleucine, phenylalanine, tryptophan and tyrosine are both glucogenic and ketogenic. Selenocysteine is the newly discovered amino acid found in protein. Histidine is a semi-essential amino acid that become essential under specific physiological condition. ഏതാണ്? ഹിസ്റ്റഡിൻ സെമി എസെൻഷ്യൽ ആണ്. സ്പെസിഫിക് ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ അത് ഡയറ്റിന് ആവശ്യമാണ്. സെലനോസിസ്റ്റീൻ പുതിയൊരു അമിനോ ആസിഡ് ആണ്, ഡിസ്കവേർഡ് അമിനോ ആസിഡ് ആണ്. ഐസോലൂസിൻ, ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, തൈറസിൻ ഇതൊക്കെ എന്താണ്? ഗ്ലൂക്കോജനിക്കും കീറ്റോജനിക്കും ആണ്. സോ ഓൾ ഓഫ് ദം എന്താണ്? കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദാറ്റ് ആർ കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് അമിനോ ആസിഡ്സിനെ പറ്റിയാണ് നോക്കിയത് അല്ലേ? പ്രോട്ടീൻസ് ആണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ അമിനോ ആസിഡിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ ബേസിസിലാണ് ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള. അവരുടെ പ്രോപ്പർട്ടീസ്, ഇനി എങ്ങനെയാണ് ഇവരെ ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ആക്കുന്നത്, പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ബേസിസിലാണ് ബാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടോപ്പിക് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു എവരിവൺ.